പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി ലൈവിൽ വരുവാൻ സ്വർഗം ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. ലൈവ് കാണുന്ന, അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ നിറവിലും വലിയ സൗഖ്യത്തിലൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില മിനിറ്റുകൾ കർത്താവിൻ്റെ വചനത്തിൽ കൂടി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനിന്ന് പരിശുദ്ധാത്മാവ് തന്ന ദൈവിക തിരുവചനം 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള തിരുവചനമാണ്. 1 ശമൂവേൽ 15-ാം അധ്യായം 27-28 തിരുവചനമാണ്. അതിൽ നിന്നാണ് കുറച്ച് സമയം നിങ്ങളോട് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ അവൻ്റെ നിലയങ്കിയുടെ വിളമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ശമൂവേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രായേലിൻ്റെ രാജത്വം നിങ്കിൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. യഹോവ ഇന്ന് ഇസ്രായേലിൻ്റെ രാജത്വം നിങ്കിൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ പ്രാപിച്ച നിനക്ക് തന്ന രാജകീയ വാഴ്ച നിങ്ങൾ നിന്ന് കീറിയിട്ട് നിന്റെ കൂട്ടുകാരന് ഞാൻ കൊടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വലിയ ആത്മീയ ചിന്ത, വലിയ ആത്മീയ ആഴം പ്രൈസ് ഗോഡ് ഈ വചനത്തിൻ്റെ അകത്ത് ഉണ്ട്. എന്നാൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവിക അഭിഷേകത്തിലും ദൈവിക ശുശ്രൂഷയിലും ദൈവിക ലീഡർഷിപ്പിലൊക്കെ ഇരിക്കുന്ന ദൈവദാസന്മാർ ശ്രദ്ധയോടെ കേട്ടാലും പരിശുദ്ധാത്മാവെന്ന് ചിലരെ തൊടും. പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് അഭിഷേകത്തിൽ വാഴിക്കും. പരിശുദ്ധാത്മാവ് രാത്രിയിൽ ചിലരെ സൗഖ്യത്തോടെ നിർത്തും. പരിശുദ്ധാത്മാവ് ചിലരെ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. പ്രൈസ് ഗോഡ്. ശമൂവേൽ എന്ന് പറയുന്ന അഭിഷേകത്തെ ചുമന്ന് അഭിഷേക തൈലവുമായി നടക്കുന്ന ഈ ദൈവിക പുരോഹിതനെ പ്രൈസ് ഗോഡ് പല ആവർത്തി പല തവണ പ്രസംഗിച്ചവരും പ്രസംഗം കേട്ടവരുമാണ്. പ്രൈസ് ഗോഡ്. വലിയ നിയോഗവും വലിയ ദൈവശബ്ദവും വലിയ ദൈവിക അഭിഷേകത്തെ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ഒരു മഹത്വമേറിയ ഒരു പുരോഹിതനാണ്, ഒരു ദൈവദാസനാണ് ശമൂവേൽ. പ്രാർത്ഥിച്ച ഹന്നയുടെ ഉദരത്തിൽ നിന്ന് തന്നെയാണ് ശമൂവേൽ പുറത്തു വരുന്നത്. ശമൂവേലിൻ്റെ ജീവിതം മുഴുവനും ആലയത്തിലായിരുന്നു, പുരോഹിതന്റെ കൂടെയായിരുന്നു. ആലയത്തിൽ വെച്ച് ദൈവശബ്ദം കേട്ട വ്യക്തിയാണ് ശമൂവേൽ. പ്രൈസ് ഗോഡ്. ദൈവിക ശബ്ദം കേട്ട ശമൂവേൽ പ്രാർത്ഥിച്ച ഹന്നയുടെ മകൻ. ഇവന്റെ ഉത്തരവാദിത്തം ദൈവം കൊടുത്തയച്ച, ദൈവം പലപ്പോഴായി ഇവനോട് പറഞ്ഞിരുന്ന ദൈവിക അഭിഷേകത്തെ സൂക്ഷ്മയോടെ സൂക്ഷിച്ച് ആരുടെ ശിരസിലാണോ ദൈവിക അഭിഷേകത്തിൻ്റെ കൊമ്പ് പകരപ്പെടേണ്ടത് അവർക്ക് വേണ്ടി യാത്ര ചെയ്ത് തെരഞ്ഞു പിടിച്ച് ദൈവശബ്ദം കേട്ട് അവരെ അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയാണ് ശമൂവേൽ. പ്രൈസ് ഗോഡ്. ദൈവനിയോഗമുള്ളവരെ ദൈവം പറഞ്ഞു വിടും. ദൈവിക അഭിഷേകമുള്ളവരുടെ കയ്യിൽ ദൈവം ചിലരെ ഏൽപ്പിക്കും. പ്രൈസ് ഗോഡ്. വഴി തെറ്റാതെ ദൈവം പറഞ്ഞെടുത്ത് ദൈവം ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഇടത്ത് അഭിഷേക തൈലമുള്ളവനെ
കർത്താവ് പറഞ്ഞു വിടും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അഭിഷേകത്തൈല സൂക്ഷ്മയോടെ സൂക്ഷിക്കുന്നവനെ ദൈവം ഹല്ലേലൂയ ചിലരെ വാഴിക്കുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം പറഞ്ഞു വിടും. പ്രൈസ് ഗാഡ്. അപ്പൊ അഭിഷേകം ചെയ്ത് വാഴിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ശമൂവേൽ. പ്രൈസ് ഗാഡ്. ചിലർക്ക് ഇങ്ങനെയാണ് വാഴിക്കാനുള്ള ദൈവിക അഭിഷേകം, ശുശ്രൂഷകൾക്ക് വേണ്ടി യൗവനക്കാരെ പുറത്തു കൊണ്ടുവരുവാനുള്ള ദൈവിക അഭിഷേകം, പ്രവാചകന്മാരെ കൈവെപ്പിലൂടെ പുറത്തു കൊണ്ടുവരുവാനുള്ള അഭിഷേകം, അഭിഷേകത്തിൻ്റെ നിറവോടുകൂടി ദൈവിക ആരാധനയോടുകൂടി ചിലരെ അഭിഷേകത്തിൻ്റെ തീയാൽ ജ്വലിപ്പിക്കാനുള്ള നിയോഗത്തിൻ്റെ അഭിഷേകം. പ്രൈസ് ഗാഡ്. ഈ രാത്രിയിൽ അങ്ങനെയുള്ളവരെ പരിശുദ്ധാത്മാവ് വീണ്ടും ഒന്ന് ഉത്തേജിപ്പിക്കുകയാണ്, വീണ്ടും ഒന്ന് ആവർത്തിച്ചു പറയുന്നു. ചിലരെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കാൻ, ചില അഭിഷേകത്തോടെ ആമേൻ പുറത്തു കൊണ്ടുവരുവാൻ, ചില അഭിഷക്തന്മാരെ ആത്മാവിൻ്റെ തീയാൽ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. അതിലേക്ക് പുറപ്പെടുവാൻ, അതിലേക്ക് നിയോഗത്തോടെ പോകുവാൻ, ആ വേദികളിൽ, ആ ഇടങ്ങളിൽ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടിരിക്കുന്നു. അതിനുവേണ്ടി തയ്യാറായിക്കോ, അതിനുവേണ്ടി നിയോഗത്തോടു കൂടി പ്രാർത്ഥിച്ചോ, അതിനുവേണ്ടി ആത്മനിയോഗത്തോടു കൂടി കാത്തിരുന്നോ. ചിലരെ വാഴിക്കുവാൻ, ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ, ചിലരെ സൗഖ്യപ്പെടുത്തുവാൻ, ചില പ്രവാചകന്മാരെ, അപ്പോസ്തലന്മാരെ ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് താങ്കളെ കണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇങ്ങനെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുന്ന, അഭിഷേക നിയോഗത്തോടുകൂടി അഭിഷേക തൈലത്തെ ശിരസിൽ ഒഴിച്ച് അഭിഷേകത്തോടെ വാഴിക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷയുടെ ഒരു പുറപ്പാടാണ് ശമൂവേലിന്റെ ചരിത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശമൂവേൽ പുസ്തകം 15-ാം അധ്യായം 2 മുതൽ സ്തോത്രം താഴേക്ക് പഠിക്കുമ്പോൾ, 2-3 തിരുവചനങ്ങളൊക്കെ താഴേക്ക് പഠിക്കുമ്പോൾ വളരെ ആത്മീയ, വളരെ ചിന്തിക്കുന്ന, വളരെ ആഴമേറിയ ദൈവിക ശുശ്രൂഷയുടെ പുറപ്പാടും, ദൈവനിയോഗത്തിൻ്റെ ദൈവം ആക്കി വെച്ചവൻ്റെ ദൈവിക കാഴ്ചപ്പാട് തെറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും സ്തോത്രം പരിശുദ്ധാത്മാവാം ദൈവം ഹല്ലേലൂയ അവരിൽ നിന്നും എടുത്തു മാറ്റി നിയോഗമുള്ളവന്റെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ ശിരസിലേക്ക് ദൈവനിയോഗം പകരപ്പെടുന്ന ദൈവ ശുശ്രൂഷയുടെ അതിമഹത്തമായ ഹല്ലേലൂയ ദൈവിക തിരുവചനമാണ് 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം. പ്രൈസ് ഗോഡ്. ശമൂവേൽ ശൗലിനോട് പറയുകയാണ്, മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനം വന്നപ്പോൾ അമാലേക്ക് ആക്രമിച്ചു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ജനം നടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവനിയോഗത്തോടുകൂടി ദൈവം തന്നെ ദൈവരാജ്യത്തിന് വിളംബരം ചെയ്യുവാൻ ദൈവനിയോഗത്തോടുകൂടി ഇഷ്ടപ്പെട്ട ദൈവിക മക്കളെ അമാലേക്ക് ആക്രമിച്ചു. അപ്പോൾ രാജാവ് ആരാണ്? അവരെ നടത്തുന്നത് ആരാണ്? ശൗലാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശൗല് ദൈവജനത്തെ നടത്തിക്കൊണ്ട് വരുമ്പോൾ, ശൗൽ ദൈവമക്കളെ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് വരുമ്പോൾ അമാലേക്ക് ഇസ്രായേൽ ജനത്തിന് എതിരായി യുദ്ധത്തിന് വന്നു. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അത് സ്തോത്രം ഞാൻ കുറിച്ചു വെച്ചിരുന്നു. ആര്? ദൈവം കുറിച്ചു വെച്ചിരുന്നു. ദൈവജനത്തിന് എതിരായി, ദൈവസഭയ്ക്കെതിരായി, മക്കൾക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി ആര് ചീറിപ്പാഞ്ഞു വന്ന് ഉപദ്രവിക്കുന്നോ, ആര് പീഡനങ്ങൾക്ക് ഇരയാകുന്നോ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവജനത്തിന് എതിരായി വരുന്ന സകല പ്രതികൂലത്തെയും ദൈവം കുറിച്ചു വെക്കും. പ്രൈസ്. എന്തിനാ കുറിച്ചു വെക്കുന്നത്? ഹല്ലേലൂയ. നീ തളർന്നു പോകാതിരിക്കാൻ, നീ വീണു പോകാതിരിക്കാൻ, നീ ഉലയാതിരിക്കാൻ, പ്രൈസ് ഗോഡ്, നിന്നെ ഒന്നും കൂടി ധൈര്യപ്പെടുത്തുവാൻ, നീ ഒന്നും കൂടി കയറി വരുവാൻ പരിശുദ്ധാത്മാവാം ദൈവം പറയുകയാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി നടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ജനം നടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ മക്കൾ നടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അമാലേക്കും കൂട്ടരും ദൈവജനത്തിന് എതിരായി യുദ്ധത്തിന് വന്നത് ഞാൻ കുറിച്ചു വെച്ചു. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ നാളുകളിൽ നിനക്കുണ്ടായ വേദനകളെ, കഴിഞ്ഞ നാളുകളിൽ നിനക്കുണ്ടായ ബുദ്ധിമുട്ടിനെ, പ്രൈസ് ഗോഡ്,
കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്കുണ്ടായ ആ കണ്ണുനീരിനെ ഹല്ലേലൂയ ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ പക്കൽ പരിശുദ്ധാത്മാവാം ദൈവം അനുഗ്രഹമായി പകരാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. നീ കണ്ണുനീരാകുന്നത്, നീ വേദനപ്പെടുന്നത്, നീ നെടുവീർപ്പെടുന്നത്, ആ വിഷയമായി ബന്ധപ്പെട്ട് നീ കരയുന്നത്, പ്രൈസ് ഗോഡ്, നീ തകർന്നു പോകത്തില്ല. നീ ഓർക്കും, ചിലപ്പോൾ തകർന്നു പോയി, എന്നെ മറന്നു കളഞ്ഞു എന്ന് ഓർക്കും. പക്ഷേ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, അത് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ കരഞ്ഞത്, നീ നെടുവീർപ്പെട്ടത്, നീ ഹല്ലേലൂയ വേദനയോടെ ഇരുന്നത് ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. അവനത് ഓർക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അത് മുഴുവനും നിനക്ക് അനുഗ്രഹമായി വന്നു ഭവിക്കാൻ, നന്മയായി വന്നു ഭവിക്കാൻ, വലിയ അത്ഭുതമായി വന്നു ഭവിക്കാൻ ഹല്ലേലൂയ ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അത് നിന്റെ കുടുംബത്തെ തേടി, നിന്റെ തലമുറകളെ തേടി, നിന്റെ സഭയെ തേടി, നിന്റെ ശുശ്രൂഷയെ തേടി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കൈമാറും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അമാലേക്ക് ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ ജനത്തിന് എതിരെ യുദ്ധത്തിന് വരുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞു, അത് ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നു, അത് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവജനത്തിന് എതിരെ ആര് നീങ്ങിയാലും, ദൈവാരാധനയ്ക്കെതിരെ ആര് കരുക്കൾ നീക്കിയാലും, ദൈവിക ശുശ്രൂഷകൾക്കെതിരെ ആര് കൈവക്കിയാലും, പ്രൈസ് ഗോഡ്, അത് കാണുന്ന ഒരു ഉടയവനുണ്ട്. പ്രൈസ് ഗോഡ്. അത് കാണുന്ന ഒരു അരിമനാഥനുണ്ട്. പ്രൈസ് ഗോഡ്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവുണ്ട്. അതിനു മറുപടിയായി സ്വർഗം തന്നെ എഴുന്നേറ്റ് നിൽക്കും. പ്രൈസ് ഗോഡ്. ഈ ലൈവിൽ കാണുന്ന നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമായി സ്വർഗം ഇറങ്ങാൻ പോവുകയാണ്. നിന്റെ വിഷയത്തെ ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ വിഷയത്തെ ദൈവത്തിന്റെ പക്കൽ ദൈവം അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് സമയം തീരാതെ ഹല്ലേലൂയ ചില മിനിറ്റുകൾ മാത്രം ഹല്ലേലൂയ നിനക്ക് വേദനപ്പെടേണ്ട സാഹചര്യം വരാം. പക്ഷെ അത് നിനക്ക് അനുഗ്രഹമായി നിനക്ക് ഭവിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. അമാലേക്ക് യുദ്ധത്തിൽ വരുമ്പോൾ പ്രൈസ് ഗോഡ് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവം പറയുകയാണ്, അത് ഞാൻ കണ്ടു, അത് ഞാൻ കുറിച്ചു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. എന്ന് ഓർത്തു. പ്രതികൂലമായി നിന്ന സാഹചര്യമേ, വിഷയമായി നിന്ന സാഹചര്യമേ, പ്രതികൂലമായി നിന്ന് എഴുന്നേറ്റ വ്യക്തികളെ സ്തോത്രം, ഞങ്ങളാരും പ്രതികൂലമായി പ്രശ്നമായി നിങ്ങളുടെ മുമ്പിൽ വരത്തില്ല. പ്രശ്നമായും പ്രതികൂലമായും എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് ഞങ്ങളുടെ ദൈവമാണ്. ആ ദൈവ സ്വർഗത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് മറുപടിയായി ദൈവം നിങ്ങളുടെ മുമ്പിൽ എഴുന്നേൽക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 15-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം പറയുന്നു, അതുകൊണ്ട് ഇസ്രായേലിന്റെ രാജാവായ ശൗലേ, പ്രൈസ് ഗോഡ്, അമാലേക്കിനെ തോൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ ജനത്തിന് എതിരെ അമാലേക്ക് യുദ്ധത്തിന് വരുമ്പോൾ സ്തോത്രം, ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടിരുന്ന, ഇസ്രായേൽ ജനത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരുന്ന രാജാവാണ് ശൗൽ. പ്രൈസ് ഗോഡ്. ഈ ശൗലിനോട് ദൈവം പറയുകയാണ്, ശൗലേ, നീ അമാലേക്കിനെ തോൽപ്പിക്കണം, ദൈവജനത്തിന് എതിരെ വന്നവനെ തോൽപ്പിക്കണം. ഹല്ലേലൂയ. ദൈവജനത്തിന് യുദ്ധത്തിന് വന്നവരെ നീ തോൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. ദൈവജനത്തിന് എതിരായി നിന്നവനെ നീ തോൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ കാഴ്ചപ്പാട് ദൈവ ലീഡർഷിപ്പിന് കൈമാറുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവിക ലീഡർഷിപ്പോടെ, ദൈവിക കാഴ്ചപ്പാടോടെ, ദൈവിക ശുശ്രൂഷയോടെ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന് ചെയ്യാനുള്ളത് നിന്റെ പക്കൽ ദൈവം ഏൽപ്പിക്കും. പ്രൈസ് ഗോഡ്. ദൈവം നേരിട്ട് ഇറങ്ങേണ്ട ചില സിറ്റുവേഷൻ ദൈവം നേരിട്ട് ഇറങ്ങും. പക്ഷെ ദൈവനിയോഗത്തോടു കൂടി ദൈവിക ലീഡർഷിപ്പിലാണോ നിൽക്കുന്നത്, ദൈവത്തിന് ചെയ്യാനുള്ളത് ദൈവം നിന്റെ പക്കൽ ഏൽപ്പിക്കും. പ്രൈസ് ഗോഡ്. ആമേൻ. ഏലിയാവിനോട് പറഞ്ഞു, സാരാഫാത്ത് വിധവയുടെ വീട്ടിലേക്ക് പോകാൻ, വിധവയുടെ വീട്ടിലെ സിറ്റുവേഷനെ മാറ്റാൻ, അവരുടെ ദാരിദ്ര്യത്തെ മാറ്റാൻ, അവരുടെ വിഷയത്തെ പരിഹരിക്കാൻ നേരിട്ട് ദൈവത്തിനറിയാം. ദൈവം കണ്ടുകൊണ്ടായിരിക്കുന്നത്. പക്ഷേ പ്രവാചകനായ ദൈവനിയോഗമുള്ള ദൈവപുരുഷനെ അങ്ങോട്ട് അയച്ചു വിടുകയാണ്. പ്രൈസ് ഗോഡ്. എന്തിനാ? വിധവയുടെ വീട്ടിലെ ദാരിദ്ര്യം മാറ്റാൻ, വിധവയുടെ വീട്ടിലെ വിഷയത്തിന് പരിഹാരം കൊടുക്കാൻ, വിധവയുടെ വീട്ടിലെ വീട്ടിലെ കണ്ണുനീരിനെ സ്തോത്രം സന്തോഷമാക്കി മാറ്റാൻ
ഒരു ഏലിയാവിനെ ദൈവം പറഞ്ഞു വിടുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവം ചെയ്യാനുള്ളത് ദൈവം ദൈവിക ലീഡർഷിപ്പ് ഉള്ളവരെ, ദൈവിക ശുശ്രൂഷയുള്ളവരുടെ പക്കൽ ഏൽപ്പിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏലിയാവ് വിധവയുടെ വീട്ടിൽ പോയി അവളുടെ ദാരിദ്ര്യത്തെ മാറ്റി, അവരുടെ വിഷയത്തിന് പരിഹാരമാക്കി കൊടുത്തു. അവരുടെ സ്തോത്രം ഇല്ലായ്മകളെ ദൈവം നിറവാക്കി മാറ്റി. ആരെ കൊണ്ട്? ഹല്ലേലൂയ, ഏലിയാവിനെ കൊണ്ട്. പ്രൈസ് ഗോഡ്. ദൈവജനത്തിന് വിരോധമായി നിന്ന അമാലേക്കിനെ തോൽപ്പിക്കാൻ ദൈവം ശൗലിനെ ഏൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ആത്മീയ ദൂത് പരിശുദ്ധാത്മാവിൽ കൈമാറുന്നു. നിങ്ങളെ നയിക്കുന്ന, നിങ്ങളെ ശുശ്രൂഷിക്കുന്ന, നിങ്ങളെ ആത്മീയ ലോകത്തിൽ നിങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്ന ശുശ്രൂഷയായിരിക്കുന്ന പ്രവാചകനായിരിക്കാം, അപ്പോസ്തലനായിരിക്കാം, പാസ്റ്റർ ആയിരിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ അനുഗ്രഹത്തിന്, നിങ്ങളുടെ നിറവിന് ദൈവ സ്പിരിച്വൽ ലീഡറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം നടത്തി തരത്തക്ക നിലയിൽ ദൈവനിയോഗത്തോടു കൂടി ചില സ്പിരിച്വൽ ലീഡർമാർ നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് വരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ വേദനപ്പെടുന്നു, നീ വിഷയമായി കരയുന്നു, നീ സൗഖ്യത്തിന് വേണ്ടി കൊതിക്കുന്നു, നീ യാത്രകൾക്ക് വേണ്ടി കൊതിക്കുന്നു, തലമുറകൾക്ക് വേണ്ടി കൊതിക്കുന്നു. എന്നാൽ കേട്ടോ, ദൈവം ആക്കി വെച്ച ചില സ്പിരിച്വൽ ലീഡർമാർ നിന്റെ ഭവനത്തെ നോക്കി വരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. അത് വളരെ അനുഗ്രഹമായിരിക്കും. അത് നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഭയങ്കര നിറവായിരിക്കും. മറക്കാൻ പറ്റാത്ത വലിയ അനുഭവമായിരിക്കും. ഇസ്രായേൽ ജനത്തിന് എതിരായി അമാലേക്ക് വന്നപ്പോൾ ദൈവം പറയാണ്, ശൗലേ, നീ അവരെ തോൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. ദൈവനിയോഗത്തോട് ഒരു ലീഡർഷിപ്പ് വന്നപ്പോൾ അമാലേക്കിനെ തോൽപ്പിക്കാൻ ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ മക്കളോട് യുദ്ധത്തിന് വരുന്നവരെ, പ്രൈസ് ഗോഡ്, ദൈവം തോൽപ്പിക്കണമെന്ന് ദൈവത്തിന്റെ ഒരു രീതിയാണ്. പ്രൈസ് ഗോഡ്. നിങ്ങൾ വേദനയോടെയാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ഭയങ്കര കണ്ണുനീരിലാണ് ഇരിക്കുന്നത്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ തോൽക്കത്തില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ വരുന്ന വിഷയത്തെ ദൈവം തോൽപ്പിക്കും. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് കണ്ണുനീരായി വന്ന വിഷയത്തെ ദൈവം ഏറ്റെടുത്ത് അത് തിരിച്ചുവിടത്തക്ക നിലയിലുള്ള ദൈവിക ഗൈഡൻസ്, ദൈവിക തിരിച്ചൽ നിന്റെ ലൈഫിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവജനത്തിന് എതിരായി, ദൈവമക്കൾക്ക് എതിരായി വന്ന അമാലേക്കിനെ തോൽപ്പിക്കാൻ, പ്രൈസ് ഗോഡ്, ദൈവം തിരഞ്ഞെടുത്ത ലീഡറിനെ ദൈവം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. ദൈവജനത്തിന് ആര് എതിരായി നിൽക്കുന്നു? ദൈവമക്കൾക്ക് ആര് പ്രശ്നമായി നിൽക്കുന്നു? ദൈവിക കൂട്ടായ്മയ്ക്ക് ആര് പ്രതികൂലമായി നിൽക്കുന്നു? ആ പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തിയെ തോൽപ്പിക്കണമെന്നുള്ളത് സ്വർഗത്തിന്റെ നിയമമാണ്. അത് ദൈവം തോൽപ്പിക്കുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്നെ കൊണ്ടായിരിക്കാം, പ്രസംഗിക്കുന്ന നിന്നെ കൊണ്ടായിരിക്കാം, പ്രവചിക്കുന്ന പ്രവാചകന്മാരെ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സ്പിരിച്വൽ ലീഡർമാരെ കൊണ്ടായിരിക്കാം. ആരെ കൊണ്ടായാലും നിനക്ക് എതിരായി വന്ന വിഷയത്തെ ദൈവം തോൽപ്പിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. ആരോടാണ് പരിശുദ്ധാത്മാവ് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നീ കരയേണ്ട കാര്യമില്ല, നീ കണ്ണുനീരിലൂടെ വിലപിക്കേണ്ട കാര്യമില്ല, നീ വേദനപ്പെട്ട് നെടുവിൽപ്പെട്ട് നീ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നിനക്ക് എതിരായി വന്ന വിഷയത്തെ, നിനക്ക് പ്രതികൂലമായി വന്ന വിഷയത്തെ, നിനക്ക് എതിരായി നിന്ന വ്യക്തികളെ, നിനക്കെതിരായി നിന്ന രാജ്യങ്ങളെ തോൽപ്പിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ നിയോഗമാകയാൽ ദൈവം അതിനെ വെട്ടുക തന്നെ ചെയ്യും. ദൈവം അതിനെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. നീ ജയിച്ചവനായി നിലനിൽക്കും, നീ ജയിച്ചവനായി എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ഒരു നിയോഗം നിന്റെ മേലുള്ളത് കൊണ്ട് നിനക്ക് എതിരായി വന്ന വിഷയത്തെ എന്റെ കർത്താവ് തോൽപ്പിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ദൈവജനത്തിന് എതിരായി നിൽക്കുന്നവരെ, ദൈവമക്കൾക്ക് എതിരായി നിൽക്കുന്നവരെ, ആരാധനകൾക്ക് എതിരായി നിൽക്കുന്നവരെ, സഭയ്ക്ക് എതിരായി നിൽക്കുന്നവരെ, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവം അതിനെ തിരിക്കാൻ പോകുകയാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ ആത്മീയ ദൂത് കൈമാറുന്നു. നിനക്ക് എതിരായി തന്ന വിഷയത്തെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. ആമേൻ. ഒരാമേൻ പറഞ്ഞു സ്വീകരിച്ചു. നിനക്ക് പ്രശ്നമായിരുന്ന, നിനക്ക് പ്രതികൂലമായിരുന്ന, നീ കണ്ണുനീരിരുന്ന വിഷയത്തെ എൻ്റെ കർത്താവ് എടുത്തു മാറ്റും. ലാസറിന്റെ വീട്ടിൽ ഭയങ്കര വിലാപം നടന്നിട്ട് ആ 4 ദിവസത്തിന് ശേഷമാണ് ദൈവം അങ്ങോട്ട് പോകുന്നത്, കർത്താവ് അങ്ങ് പോകുന്നത്, യേശു അങ്ങ് പോകുന്നത്. ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന,
ആ കുടുംബത്തിലെ സാമ്പത്തിക സ്രോതസ്സായിരുന്ന, ആ കുടുംബത്തിലെ സഹോദരിമാരുടെ ഒരു കൈത്താങ്ങായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ലാസർ മരിച്ചുപോയി. സ്തോത്രം. കർത്താവിഷയത്തെ പുരോഹിതന്മാരുണ്ടായിരുന്നു, ന്യായശാസ്ത്രിമാരുണ്ടായിരുന്നു, ആ ദേശത്തിലെ ആമേൻ 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 എല്ലാവരും ആ മരണവീട്ടിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ മരണവീട്ടിൻ്റെ അകത്തുള്ള ദുഃഖ സാഹചര്യം പലരും കണ്ടതാണ്. ആ ദുഃഖത്തിൽ വന്ന് സകലരും സംബന്ധിച്ചതാണ്. എന്നാൽ ആ കുടുംബത്തിലെ അത്താണിയായിരുന്ന, ആ കുടുംബത്തിലെ നെടുന്തൂണായിരുന്ന, ആ കുടുംബത്തിലെ ഏക സഹോദരനായിരുന്ന ലാസർ മരിച്ചെന്നറിഞ്ഞപ്പോൾ ദൈവം, കർത്താവ് പറയാണ്, എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവിക കുടുംബത്തിന് എതിരായി നിന്ന, ദൈവദാസന്മാർക്ക് എതിരായി നിന്ന, ഹല്ലേലൂയ ആമേൻ, ഏതാണോ വിഷയം, ആ വിഷയത്തെ ഓർത്ത് ദൈവം കരയുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിന് എതിരായി ദൈവം ഇറങ്ങി നിൽക്കും. നീ രാജാവായി എഴുന്നേറ്റ് നിൽക്കും. പ്രൈസ് ഗോഡ്. ലാസറിന്റെ വീട്ടിലേക്ക്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കർത്താവ് വന്നു. അടക്കിയ സ്ഥലം കൊണ്ട് കാണിച്ചു. കല്യരുടെ ഫ്രണ്ടിൽ വന്നു. പല പുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും പരിശീലന്മാരും ദൈവമക്കളും പുരോഹിതന്മാരും എല്ലാവരും നോക്കി നിൽക്കെ അവരുടെ വിഷയത്തിന് ദൈവം പരിഹാരം കൊടുത്തു. വിശ്വസിച്ചാൽ നീ ദൈവിക മഹത്വം കാണും. പ്രൈസ് ഗോഡ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നീ നെടുവീർപ്പെടുന്ന, നീ കണ്ണുനീരിൽ ആയിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ എൻ്റെ ദൈവം ഒന്ന് തിരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് ബ്ലെസ്സിങ് ആക്കാൻ പോവുകയാണ്. അതൊരു അനുഗ്രഹമാക്കി മാറ്റാൻ പോവുകയാണ്. അതൊരു നിറമാക്കി മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ അമാലേക്കിനോട് ശൗലിനോട് പറയാണ്, നീ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കണം. കാരണം യുദ്ധത്തിന് വന്നത് ദൈവമക്കൾക്കെതിരെയാണ്, യുദ്ധത്തിന് വന്നത് ദൈവജനത്തിനെതിരെയാണ്, യുദ്ധത്തിന് വന്നത് ദൈവദാസന്മാർക്കെതിരെയാണ്, പ്രശ്നത്തിന് വന്നത് പുരോഹിതന്മാർക്കെതിരെയാണ്. പുരോഹിതന്മാർക്കും ദൈവത്തിന്റെ മക്കൾക്കും എതിരായി വന്ന അമാലേക്കിനെ ശൗലെ നീ തോൽപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശൗൽ യുദ്ധം ചെയ്തു. പക്ഷെ അമാലേക്കിന്റെ, ഹല്ലേലൂയ, ജാതികളുടെ തടിച്ച മൃഗങ്ങളെ, ഹല്ലേലൂയ, സ്വന്തം വിശ്രമങ്ങൾക്ക്, ഹല്ലേലൂയ, സ്വന്തം ആവശ്യങ്ങൾക്ക് ഈ ശൗൽ എടുത്തു. ദൈവജനത്തിന് എതിരായി നിന്ന അമാലേക്കിനെ യുദ്ധം കൊണ്ട് തോൽപ്പിക്കണമെന്ന് യഹോവയായ ദൈവം ശൗലിനെ നോക്കി പറഞ്ഞു. ശൗൽ യുദ്ധത്തിന് പോയി. അമാലേക്ക് യുദ്ധത്തിന് വന്നു, അവനെതിരെ യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് പോയപ്പോൾ ദൈവം വാഴിച്ച ശൗൽ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശൗൽ, ദൈവശബ്ദം കേട്ട് യുദ്ധത്തിന് പോയ ശൗൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കണ്ടപ്പോൾ അമാലേക്കിന്റെ കൈവശം നല്ല തടിച്ചുരുണ്ട മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ആടുകളും മാടുകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ദൈവം ശൗലിനോട് പറഞ്ഞത്, നീ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ ഒരു വസ്തുക്കളെ പോലും നീ വെച്ചേക്കരുത്, എല്ലാത്തിനും അങ്ങ് തീർത്തേക്കണം. പ്രിയരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവനിയോഗമുള്ള, ദൈവത്തിന്റെ ശബ്ദം കേട്ട ശൗൽ അമാലേക്കിനോട് യുദ്ധത്തിന് പോയപ്പോൾ, അമാലേക്കിനോട് ശൗൽ യുദ്ധം ചെയ്തു, റൈറ്റാണ്. പക്ഷേ ജാതികളുടെ കൈവശമിരുന്ന മൃഗങ്ങളെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ തിരഞ്ഞു മാറ്റി. പ്രൈസ് ഗോഡ്. ജാതികളുടെ മൃഗങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവശബ്ദം കേട്ട ശൗലിന്റെ വീട്ടിൽ വന്നു, ശൗലിന്റെ കൂടെ വന്നു, ശൗൽ എടുത്ത് മാറ്റി. പ്രൈസ് ഗോഡ്. ആമേൻ. അമാലേക്കിനെയും തലവനായ അഗാഗിനെയും ശൗല് നിഗ്രഹിച്ചു, തോൽപ്പിച്ചു, സംഗ്രഹിച്ചു, അവനെ ഇല്ലാതാക്കി. റൈറ്റാണ്. പക്ഷേ അവരുടെ കൈവശം, ജാതികളുടെ കൈവശമിരുന്ന മൃഗങ്ങളെ ശൗല് തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു. ദൈവജനത്തിന് കൂടെ ഇരുന്ന, ദൈവജനത്തിൻ്റെ ലീഡറായിരുന്ന,
ദൈവത്തിൻ്റെ രാജാവായിരുന്ന, ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്ന, ദൈവത്തിൻ്റെ ശബ്ദമായിരുന്ന ശൗലിനെ അമാലേക്കിനെയും അഗാഗിനെയും തോൽപ്പിക്കണമെന്ന് പറഞ്ഞു വിട്ടപ്പോൾ ആമേൻ, അമാലേക്കിനെ തോൽപ്പിച്ചത് ശരിയാണ്, അഗാഗിനെ തോൽപ്പിച്ചത് ശരിയാണ്. പക്ഷെ ജാതികളുടെ മൃഗങ്ങൾ ദൈവശബ്ദം കേട്ട ശൗലിന്റെ വീട്ടിൽ വന്നു. ശൗലെടുത്ത് മാറ്റി. പ്രൈസ് ഗോഡ്. പ്രിയരെ, ജാതികളുടെ ഒരു സിസ്റ്റവും ദൈവജനത്തിന് അനുകൂലമാക്കി വെക്കരുത്. പ്രൈസ് ഗോഡ്. ആ ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. ജാതികളുടെ എന്തെങ്കിലും സിസ്റ്റം ഏതെങ്കിലും രീതിയിൽ ദൈവമക്കളുടെ കൈവശം വന്നാൽ, അവരുടെ ജീവിതത്തിന്റെ രീതിയാക്കി മാറ്റിയാൽ, ഇതുപോലെ ദൈവത്തിനൊരു വെറുപ്പ് വേറെയില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. അഗാഗിനെയും തലവനായ അഗാഗിനെയും അമാലേക്കിനെയൊക്കെ ശൗല് തോൽപ്പിച്ചു. പക്ഷേ അവരുടെ മൃഗങ്ങളെ, തടിച്ചുരുണ്ട മൃഗങ്ങളെ കണ്ടപ്പോൾ ലീഡറായ ശൗലിന് ഹല്ലേലൂയ മോഹം വന്നു. പ്രൈസ് ഗോഡ്. അവരുടെ കൈവശം വരുന്ന ജാതീയമായ മൃഗങ്ങളെ മുഴുവനും ഇവൻ വീട്ടിൽ കൊണ്ടുവന്നു, ഇവന്റെ കൂടെ കൊണ്ടുവന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജാതീയ മൃഗങ്ങളെ മുഴുവനും ഇവൻ അങ്ങ് എടുത്തു. പ്രൈസ് ഗോഡ്. കർത്താവ് പറയാണ്, ശൗലേ, എനിക്ക് നിന്നോട് വെറുപ്പ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജാതികളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, നമ്മുടെ കൈവശമുള്ള ഉണ്ടെങ്കിൽ, നമ്മുടെ തലമുറകളിൽ നാം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് എനിക്കത് വെറുപ്പാണ്. കർത്താവ് ശൗലിനോട് പറയാണ്, എനിക്ക് നിന്നോട് വെറുപ്പാണ്. പ്രൈസ് ഗോഡ്. 15-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനോട്, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായി, എനിക്ക് സങ്കടമാണ്. ദൈവജനത്തിന് എതിരായി നിന്ന് അമാഗിനെയും അഗാഗിനെയും തോൽപ്പിക്കണമെന്ന് ദൈവനിയോഗത്തോടു കൂടി പറഞ്ഞു വിട്ട ശൗൽ അഗാഗിനെയും അമാലേക്കിനെയും നിഗ്രഹിച്ചു. പക്ഷേ അവർ വളർത്തിയ മൃഗങ്ങളെ ഹല്ലേലൂയ അവന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു. വിശുദ്ധ തിരുവെഴുത്ത് ശൗലിനെ നോക്കി പറയാണ്, ശൗലേ, എനിക്ക് നിന്നെ വെറുപ്പാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവശബ്ദം കേട്ട, ആമേൻ, ആലയത്തിൽ മാത്രം ദൈവശബ്ദം കേട്ടു വളർന്ന ശമൂവേലിനോട് പറയാണ്, ശമൂവേലേ, പ്രൈസ് ഗോഡ്, എനിക്ക് ശൗലിനെ രാജാവായി ഞാൻ വാഴിച്ചതോർത്ത്, ആമേൻ, ഒരു ദൈവനിയോഗത്തോടു കൂടി ശുശ്രൂഷ കൊടുത്തതോർത്ത്, ദൈവമക്കളെ നയിക്കേണ്ടതിന് അവനെ തിരഞ്ഞെടുത്തതോർത്ത് എനിക്ക് മനസ്താപമാണ്, എനിക്ക് ദുഃഖമാണ്. പ്രൈസ് ഗോഡ്. പ്രിയരെ, ജാതികളുടെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എനിക്ക് അവരെ ഓർത്ത് ഭയങ്കര മനസ്താപമാണ്. അവരിൽ നിന്ന് ഒരിക്കലും ശുശ്രൂഷ പുറത്തു വരത്തില്ല. അവരിൽ നിന്ന് ഒരിക്കലും ഒരു ദൈവിക കാഴ്ചപ്പാടോ ദൈവിക സ്നേഹമോ പുറത്തു വരത്തില്ല. അതൊക്കെ സ്വന്തം കഴിവിലും സ്വന്തം വിവേകത്തിലുമാണ് ബാക്കിയെല്ലാം വരുന്നത്. ജാതീയമായ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവിക ശുശ്രൂഷയോട് ബന്ധത്തിൽ, ദൈവിക നടത്തിപ്പോഴുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, ദൈവജനത്തിനെ ശുശ്രൂഷിക്കത്തക്ക നിലയിലുള്ള ഏതെങ്കിലും ഒരു ബന്ധത്തിൽ ജാതീയമായ എന്തെങ്കിലും കാര്യങ്ങൾ ശുശ്രൂഷകന്റെ പക്കലുണ്ടെങ്കിൽ, ഒരു ദൈവജനത്തിന്റെ പക്കലുണ്ടെങ്കിൽ, ഒരു ആരാധനയുടെ ക്രമത്തിന്റെ അകത്ത് ഏതെങ്കിലും ജാതീയ പശ്ചാത്തലം ഉണ്ടെങ്കിൽ, അവരുടെ വസ്തുക്കളോ എന്തെങ്കിലും കൈവശമുണ്ടെങ്കിൽ, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന എനിക്ക് അവരെ ഓർത്ത് സഹതാപമാണ്. അത് വിടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജാതി ആരാധനയുടെ കേന്ദ്രമായിരുന്നു, ജാതി ആരാധനയുടെ സിസ്റ്റം ഉണ്ടായിരുന്നു. പുരോഹിതന്മാരെ മാത്രം ആരാധനകൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ് ക്രൂശിതനായി, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്,
അവന്റെ ആത്മാവിനെ, യേശുവിൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ പക്കലേക്ക് ഏൽപ്പിക്കുമ്പോൾ അവനിൽ നിന്നും അവൻ്റെ ആത്മാവ് സ്തോത്രം പുറത്തേക്ക് വന്ന് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, തിരശ്ശീല രണ്ടായി കീറി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ഏതെങ്കിലും തരത്തിൽ പുരോഹിതന്മാരുടെ ഇടയിൽ ജാതീയമായ രീതിയിലുള്ള ആരാധനകളോ ജാതീയമായ വസ്തുക്കളോ കൈവശമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവം പറയുന്നു, എനിക്ക് അവരെ ഓർത്ത് സഹതാപമാണ്. അവരിൽ നിന്ന് ഒരു ശുശ്രൂഷയും പുറത്തു വരത്തില്ല, ഒരു ദൈവനിയോഗവും പുറത്തു വരത്തില്ല, ഒരു ദൈവിക സ്നേഹവും പുറത്തു വരത്തില്ല. പ്രൈസ് ഗോഡ്. മനസ്സ് മുഴുവനും കല്ലായി പോകും. ഹല്ലേലൂയ. ശമൂവേലിനോട് പറയാണ്, എനിക്ക് അവനെ നോക്കി മനസ്താപമാണ്. ദൈവമക്കൾക്കെതിരായി നിന്നവനെ നിഗ്രഹിക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ, ദൈവമക്കൾക്ക് എതിരായി നിന്നവനെ ഹല്ലേലൂയ കൊല്ലാൻ പറഞ്ഞു വിട്ടപ്പോൾ, ദൈവമക്കൾക്ക് എതിരായി നിന്നവനെ അവന്റെ വസ്തുക്കളെ പോലും നിഗ്രഹിക്കണമെന്ന് പറഞ്ഞു വിട്ടപ്പോൾ അവൻ അവരുടെ മൃഗങ്ങളെ അവന്റെ കൈവശം എടുത്തു വെച്ചു. ജാതിയന്റെ പൊരുൾ, ഹല്ലേലൂയ, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ശൗലിന്റെ കൈവശം വന്നപ്പോൾ, പ്രൈസ് ഗോഡ്, കേട്ടണം, ജാതിയന്റെ സാധനങ്ങൾ, പിശാചിന്റെ പൊരുൾ, പ്രൈസ് ഗോഡ്, പിശാചിന്റെ വസ്തുക്കൾ, ജാതീയ ബന്ധങ്ങളുടെ വസ്തുക്കൾ ദൈവ അഭിഷേകത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ കയ്യിൽ വന്നപ്പോൾ ശൗലിനെ ഓർത്തിട്ട്, അല്ലെങ്കിൽ ആ പുരോഹിതനെ ഓർത്തിട്ട്, ആ ദൈവദാസനെ ഓർത്തിട്ട് ദൈവത്തിന് വെറുപ്പാണെന്ന്. പ്രൈസ് ഗോഡ്. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വീട്ടിൽ, നിന്റെ ബുക്കിന്റെ അകത്ത്, നിന്റെ ബെഡ്റൂമിൽ ഏതെങ്കിലും ജാതീയമായ വസ്തുക്കൾ, ജാതീയമായ രീതിയിൽ അവകാശത്തിന്റെ പേര് പറഞ്ഞ് നീ പാരമ്പര്യമായി വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ആ ശുശ്രൂഷകനോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദൂത് ദൈവം ശമൂവേലിനോട് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ശമൂവേലിനോട് പറഞ്ഞു, ശമൂവേലേ, ശൗലിനെ ഞാൻ തെരഞ്ഞെടുത്തു. ദൈവിക അഭിഷേകത്തോടു കൂടിയാണ് തെരഞ്ഞെടുത്തത്, ദൈവനിയോഗത്തോടു കൂടിയാണ് ഞാൻ തെരഞ്ഞെടുത്തത്, ദൈവിക കാഴ്ചപ്പാടോടുകൂടിയാണ് ആ ദൂത് കൈമാറിയത്. പക്ഷേ ജാതീയമായ പൊരുൾ അവൻ കൈവശം വെച്ചതുകൊണ്ട് എനിക്ക് അവനോട് വെറുപ്പാണ്. പ്രൈസ് ഗോഡ്. ഈ ദൂത് ശൗലിനോട് പറഞ്ഞപ്പോൾ ശൗലിന്റെ രാത്രിയിൽ ഉറക്കം പോയി. പ്രൈസ് ഗോഡ്. ശമൂവേലിനോട് കർത്താവ് പറഞ്ഞു. ശമൂവേൽ വന്ന് ശൗലിനോട് പറഞ്ഞപ്പോൾ വിശുദ്ധ തിരുവെടുത്ത് പറയുകയാണ് 10-11 തിരുവചനങ്ങൾ. 1 ശമൂവേൽ പുസ്തകം 15-ാം അധ്യായം 10-11. ശൗലിന്റെ ഉറക്കം പോയി. ജാതീയമായ എന്തെങ്കിലും രീതിയിൽ നിന്റെ കൈവശം ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ ഉറക്കത്തെ കെടുത്തുന്ന, ഹല്ലേലൂയ, നിന്റെ സ്തോത്രം, നിന്റെ ഉറക്കത്തെ നശിപ്പിക്കുന്ന, ഹല്ലേലൂയ, സാഹചര്യത്തെ അവൻ സൃഷ്ടിക്കും. അതിനെ പുറത്തു കളയണം. ജാതീയമായ വസ്തുക്കൾ കൊണ്ട്, ഹല്ലേലൂയ, നിന്റെ വീടിന്റെ അകത്തോ നിന്റെ പരിസരത്തോ നിന്റെ ശുശ്രൂഷയിലോ ഏതെങ്കിലും തരത്തിൽ നീ അതിനെ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ഉറക്കത്തെ അത് നശിപ്പിക്കും. ശൗലിന്റെ ഉറക്കം പോയി. ദൈവനിയോഗം അഭിഷേകമുള്ള ശമൂവേൽ ചെന്ന് ശൗലിനോട് ഈ വിഷയത്തെ, ദൈവം പറഞ്ഞ വിഷയത്തെ പറഞ്ഞപ്പോൾ വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു ശൗലിന്റെ ഉറക്കം പോയി. ശൗലേ, നിന്റെ ഉറക്കം പോയത് എങ്ങനെയാ? നിന്നെ ദൈവനിയോഗത്തോടു കൂടി, ദൈവിക ശബ്ദത്തോടു കൂടിയല്ലേ നിന്നെ അമാലേക്കിന്റെയും ആഗാഗിന്റെയും അടുക്കിലേക്ക് ദൈവം പറഞ്ഞയച്ചത്. എന്നിട്ട് നീ അവരെ നിഗ്രഹിച്ചിട്ട് അവരുടെ കൈവശം ഇരുന്ന ജാതീയ മൃഗങ്ങളെ നിന്റെ കൈവശം വെച്ചപ്പോൾ നിന്റെ ഉറക്കം പോയല്ലേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളോട് ദൂത് കൈമാറുകയാണ്. നിന്റെ ഉറക്കത്തെ നശിപ്പിക്കുന്ന യാതൊരു തരത്തിലുമുള്ള ബന്ധങ്ങളിലോ, യാതൊരു തരത്തിലുള്ള ഫോൺ കോളുകളിലോ, യാതൊരു തരത്തിലുള്ള സ്തോത്രം ശുശ്രൂഷകളിലോ നീ അകപ്പെട്ടു പോകരുത്. അത് നിന്റെ ഉറക്കത്തെ നശിപ്പിക്കും. പ്രൈസ് ഗോഡ്.
നിന്റെ ഉറക്കത്തെ നശിപ്പിക്കും. ഇന്ന് രാത്രി അതിനെ പുറത്താക്കണം. ഇന്ന് രാത്രി അതിനെ വെട്ടണം യേശുവിന്റെ നാമത്തിൽ. നിന്റെ ഉറക്കത്തെ നശിപ്പിക്കുന്നതിനെ യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു കളയണം. നിന്റെ ഉറക്കത്തെ കെടുത്തുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിനെ നീ പുറത്തു കളയണം. നിന്റെ ഉറക്കത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും ഫോൺ കോളുകൾ ഉണ്ടെങ്കിൽ നീ അതിനെ പുറത്തു കളയണം യേശുവിന്റെ നാമത്തിൽ. നീ അതിനോട് ഗുഡ് ബൈ പറഞ്ഞാൽ ഇന്ന് രാത്രി ദൈവം നിന്നോട് കൽപ്പിച്ച ചില നന്മകളെ, ദൈവം നിന്നോട് മാത്രം ഇട്ടിരുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ, ദൈവം നിന്നോട് പറഞ്ഞിരുന്ന ശുശ്രൂഷയുടെ വഴികളെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തുറക്കും യേശുവിന്റെ നാമത്തിൽ. രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ ഉറക്കത്തെ നശിപ്പിക്കുന്ന ചിന്തകളെ പരിശുദ്ധാത്മാവ് പുറത്തു കളയാൻ പോവുകയാണ്. ദ നെയിം ഓഫ് ജീസസ്. നീ മനസ്സ് വെച്ചാൽ, നീ ഹൃദയം കൊണ്ടൊന്ന് വിചാരിച്ചാൽ, നീ ഹൃദയം ഒന്ന് ദൈവത്തോട് സമർപ്പിച്ചാൽ, നിന്റെ ഉറക്കത്തെ നശിപ്പിച്ച ചില വിഷയത്തെ യേശുനാഥൻ പരിഹരിച്ച് അത് അനുഗ്രഹമാക്കി നിനക്ക് മാറ്റാൻ പോവുകയാണ്. ആമേൻ. ദൈവത്തിന് പ്രിയമല്ലാത്തത് ചെയ്താൽ ഉറക്കം പോവും. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ചെയ്താൽ ഉറക്കം പോവും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ചെയ്താൽ നിന്റെ ഉറക്കം പോവും. പുതിയ നിയമത്തിന്റെ അകത്ത് ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ ലോകത്തെ നോക്കിയിട്ട് ലോകത്തിന്റെ സിസ്റ്റത്തെ, ലോകത്തിന്റെ ഇമ്പങ്ങൾക്കേക്ക് പോകാൻ അപ്പന്റെ കയ്യിൽ നിന്ന് വസ്തു മേടിച്ചുകൊണ്ട് പോവുകയാണ്. അവനെപ്പോൾ അപ്പന്റെ സാന്നിധ്യം വിട്ടോ, അവനെപ്പോൾ അപ്പന്റെ ലീഡർഷിപ്പ് വിട്ടോ, അവൻ എപ്പോൾ അപ്പന്റെ സ്പിരിച്വൽ അന്തരീക്ഷം വിട്ടോ, അവന്റെ ഉറക്കം പോയി. അവൻ പോയത് ജാതീയമായ കൂട്ടുകെട്ടിലേക്ക്, അവൻ പോയത് ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക്, അവൻ പോയത് ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക്. എപ്പോൾ അവൻ അപ്പന്റെ സാന്നിധ്യം വിട്ട് അവൻ അകന്നുപോയോ അവന്റെ ഉറക്കം പോയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറുകയാണ്. പരിശുദ്ധാത്മാവ്, ഞാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ഉപദേശിക്കുകയാണ്. നിന്റെ ഉറക്കത്തെ നശിപ്പിക്കുന്ന ശുശ്രൂഷകളിലോ, നിന്റെ ഉറക്കത്തെ നശിപ്പിക്കുന്ന ബന്ധങ്ങളിലോ, നിന്റെ ഉറക്കത്തെ നശിപ്പിക്കുന്ന ഫോൺ കോളുകളിലോ, നിന്റെ ഉറക്കത്തെ നശിപ്പിക്കുന്ന യാത്രകളിലോ നീ അകപ്പെട്ടു പോകരുത്. യേശുവിന്റെ നാമത്തിന് അതിനെ നീ പുറത്തു കളയണം. ആമേൻ. ആമേൻ. പിന്നെ ശൗൽ കർത്താവിന്റെ സന്നിധിയിൽ വരികയാണ്. എന്തിനാ വന്നത്? അവൻ ദൈവസന്നിധിയിൽ ദൈവത്തെ വെറുപ്പിച്ചിട്ടാ വന്നേ. ദൈവസന്നിധിയിൽ ദൈവത്തെ അവൻ ദൈവം കൽപ്പിച്ചതിനെ അവൻ ദൈവസന്നിധിയിൽ മറച്ചു വെച്ചിട്ടാ വന്നത്. പക്ഷെ കർത്താവ് പറയണേ, എന്നാലും നിനക്ക് സ്തോത്രം, എന്നോട് ഇങ്ങനൊരു ചെയ്തത് കൊണ്ട് എനിക്ക് നിന്നോട് വെറുപ്പാണ്. 15-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. 1 ശമൂവേൽ പുസ്തകം 15-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിന്റെ അടുക്കൽ എത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മൃഗങ്ങളെയെല്ലാം കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. അമാലേക്കിനെ നിഗ്രഹിക്കാൻ, അഗാഗിനെ നിഗ്രഹിക്കാൻ, അവരുടെ കൈവശം ഇരുന്ന സകലതിനെയും ഇല്ലാതാക്കാൻ ശൗലിനെ പറഞ്ഞു വിട്ടപ്പോൾ ശൗല് ജാതീയ മൃഗങ്ങളെ അവന്റെ കൈവശം വെച്ചിട്ട്, സ്തോത്രം, പ്രവാചകനായ ദൈവനിയോഗമുള്ള ദൈവശബ്ദം കേട്ട അഭിഷേക തൈലം കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നവനെ അവൻ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, അവൻ കർത്താവിനോട് പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു, അവൻ കർത്താവിനോട് പറഞ്ഞ കൽപ്പന മുഴുവൻ ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അവൻ ഞാൻ എന്തൊക്കെ ദൈവനോട് പറഞ്ഞു അതെല്ലാം ഞാൻ ചെയ്തു. അവൻ നുണ പറഞ്ഞു, കള്ളം പറഞ്ഞു ദൈവസന്നിധിയിൽ വന്നു. പ്രൈസ് ഗോഡ്. അതിന് ശമൂവേൽ എൻ്റെ ചെവിയിൽ എത്തുന്ന മൃഗങ്ങളുടെ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുറയും എന്ത് എന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. അഭിഷേകമുള്ളവന്റെ അരികിൽ വന്ന് നുണ പറയരുത്. ആമേൻ. ദൈവശബ്ദവും ദൈവനിയോഗവും അഭിഷേക തൈലവും ഉള്ളവന്റെ അരികിൽ വന്ന്
നീ നുണ പറയരുത്. പ്രൈസ് ഗോഡ്. ശൗൽ വന്ന് ശമൂവേലിനോട് പറയുമ്പോൾ ശമൂവേൽ തിരിച്ചു പറയുകയാണ്, ഞാൻ ചില മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുന്നു. അമാലേക്കിന്റെ കൈവശമിരുന്ന, അഗാഗിന്റെ കൈവശമിരുന്ന, ജാതികളുടെ കൈവശമിരുന്ന, പിശാചിന്റെ കൈവശമിരുന്ന ചില പൊരുളിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ചില ദൈവനിയോഗത്തിന്റെ, ദൈവിക ശബ്ദത്തിന്റെ, ഹല്ലേലൂയ, ദൈവിക ഉടമ്പടിയുടെ, ദൈവിക യാത്രകളുടെ, ദൈവിക പ്രവചനത്തിന്റെ ശബ്ദം നിന്റെ കാതിൽ കേൾക്കണമെങ്കിൽ ജാതികളുടെ കൂടെ നീ കൂട്ടുകൂടരുത്. ജാതികളുടെ കൈവശം ഇരിക്കുന്ന മുതൽ നിന്റെ കൈവശം വരരുത്. ശൗൽ ശമൂവേലിനോട് പറയുമ്പോൾ ശമൂവേൽ പറയാണ്, ചില മൃഗങ്ങളുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു, ചില കാളകളുടെ മുറകൾ ഞാൻ കേൾക്കുന്നു. ഞെട്ടിപ്പോയി. സ്തോത്രം. ദൈവിക ശബ്ദമുള്ളവൻ ഞെട്ടുന്ന, അതിശയിപ്പിക്കുന്ന, അത്ഭുതമേറുന്ന, സ്തോത്രം, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവിക ശബ്ദത്തിന്റെ ദൂതുകൾ കൈമാറും. ഇന്ന് രാത്രി ജാതികളുടെ കൈവശം ഇരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ കൈവശമായി, നിന്റെ പൊരുളായി, പാരമ്പര്യമായി വന്നതാണെന്ന് പറഞ്ഞ് നീ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഉറക്കം പോകും. അതിന് ഇന്ന് രാത്രി എടുത്തു കളഞ്ഞാൽ ദൈവിക ശബ്ദം നീ കേൾക്കും. ദൈവിക ഉടമ്പടിയിലേക്ക് നീ നടന്നു നിന്നു. ദൈവിക ശബ്ദത്തിലേക്ക് നീ നടന്നു നീങ്ങും. പ്രൈസ് ഗോഡ്. ശൗൽ അങ്ങോട്ട് പറയാണ്, ഹല്ലേലൂയ, ഞാൻ യുദ്ധത്തിന് പോയി, എല്ലാം ഞാൻ കളഞ്ഞു. ദൈവം കൽപ്പിച്ചതുപോലെ, ശമൂവേൽ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ നിറവേറ്റിയാണ് വന്നിരിക്കുന്നത്. എന്നാൽ ദൈവശബ്ദം കേൾക്കുന്ന ശമൂവേൽ പറയുകയാണ്, ഇല്ല, ഞാൻ മൃഗങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നു, കാളകളുടെ മുറവിളി ഞാൻ കേൾക്കുകയാണ്. അവയെ അമാലേക്യരുടെ പക്കൽ നിന്ന് അവൻ കൊണ്ടുവന്നതാകുന്നു എന്ന് ദൈവമായ യഹോവയ്ക്ക്, ഹല്ലേലൂയ, സ്തോത്രം, യാഗം കഴിപ്പാൻ കൊണ്ടുവന്നതാണെന്ന്, ഹല്ലേലൂയ, ശമൂവേലിനോട് ശൗൽ കള്ളം പറഞ്ഞു. പ്രൈസ് ഗോഡ്. ജാതികളുടെ കൈവശം ഇരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ പ്രസാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. കള്ളം പറഞ്ഞു. ശമൂവേൽ കള്ളം പറയാണ്, അമാലേക്കിന്റെ കൈവശമിരുന്ന, അഗാഗിന്റെ കൈവശമിരുന്ന മൃഗങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വേണ്ടിയാണെന്ന്. ജീവനോടെ സൂക്ഷിച്ച് ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. കണ്ടോ, ദൈവശബ്ദത്തിന് വേണ്ടി, ദൈവിക തെരഞ്ഞെടുപ്പോടുകൂടി, ദൈവിക കാഴ്ചപ്പാടോടുകൂടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശൗൽ ദൈവത്തിന്റെ മുമ്പിൽ, ദൈവദാസന്റെ മുമ്പിൽ, പുരോഹിതന് മുമ്പിൽ കള്ളം പറയുകയാണ്, ഞാൻ അമാലേക്കിന്റെ കൈവശം വരുന്ന മൃഗങ്ങളെ ഞാൻ കൊണ്ടുവന്നത് ദൈവത്തിന് യാഗം കഴിക്കാൻ വേണ്ടിയാണെന്ന്. മരുഭൂമിയിൽ കൂടി വന്നപ്പോൾ, മിസ്രൈമിൽ നിന്നും നടന്നു വന്നപ്പോൾ, കാടപ്പക്ഷിയെയും മഞ്ഞയെയും വെള്ളത്തെയും, ഹല്ലേലൂയ, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത്, അവന്റെ വസ്ത്രത്തെ പഴുകാതെ, അവന്റെ ചെരുപ്പ് തേയാതെ മരുഭൂമിയിൽ കൂടി നടന്നു നീങ്ങിയപ്പോൾ, സ്തോത്രം, അവർക്ക് വേണ്ടുന്നതെല്ലാം ദൈവം മരുഭൂമിയിൽ കൊടുത്തതാണ്. പക്ഷെ ഇതെല്ലാം കണ്ട വ്യക്തിയാണ് ശൗൽ. പക്ഷെ ശൗൽ തിരിഞ്ഞ് ദൈവത്തിന്റെ മുമ്പാകെ കള്ളം പറയാണ്, ദൈവത്തിന് യാഗം കൊടുക്കാൻ ജാതികളുടെ മൃഗം വേണമെന്ന്. രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുന്നു, ജാതികമായ സിസ്റ്റങ്ങളെ, ആരാധനയുടെ രീതിയിൽ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ നീക്കിക്കോണം. അത് ദൈവത്തിന് വെറുപ്പാണ്. അത് വെച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകന്മാരെയും ദൈവത്തിന് വെറുപ്പാണ്. പ്രൈസ് ഗോഡ്. ശമൂവേൽ പറഞ്ഞു, കഴിഞ്ഞ രാത്രി യഹോവ എന്നോട് സംസാരിച്ചു. ദൈവശബ്ദം അഭിഷേകമുള്ളവരോട് ദൈവം സംസാരിക്കും. ദൈവാഭിഷേകത്തോടും നീതിയോടും സ്നേഹത്തോടും ദൈവിക കാഴ്ചപ്പാടോടും ദൈവത്തിന്റെ മനോഭാവത്തോടും കൂടി നിൽക്കുന്നവരോട്, ജീവിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ദൈവം നിന്നോട് സംസാരിക്കും. യെസ്, ദൈവം നിന്നോട് സംസാരിക്കും. ആരും കേൾക്കാത്ത ദൈവിക ശബ്ദം, ആരും കേൾക്കാത്ത ദൈവിക ദൂത്, ആരും കേൾക്കാത്ത ദൈവിക നിറവിന്റെ ശബ്ദം നീ കേൾക്കും. നീ ദൈവിക കാഴ്ചപ്പാടോടുകൂടി, ദൈവിക നിറവോടുകൂടി, ദൈവിക മനോഭാവത്തിനും ദൈവിക ഹൃദയത്തിനുമാണോ ഇരിക്കുന്നത്, ദൈവം സംസാരിക്കും.
എല്ലാവരും ചെയ്തതുപോലെ ചെയ്യാനല്ല, എല്ലാവരും പ്രവചിക്കുന്ന പോലെ പ്രവചിക്കാനല്ല, എല്ലാവരും പോകുന്നത് പോലെ പോകാനല്ല. പക്ഷെ നീ കേൾക്കുന്നത് വ്യത്യസ്തമായ ദൈവിക ശബ്ദമായിരിക്കും. അത് ദൈവം തന്നെ ആണെന്ന് നിനക്ക് ബോധ്യമാക്കത്തക്ക നിലയിൽ ദൈവം നിന്നോട് സംസാരിക്കും. പ്രൈസ് ഗോഡ്. ശമൂവേൽ പറയാണ്, കഴിഞ്ഞ രാത്രി കർത്താവിനോട് സംസാരിച്ചു. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരോട് ദൈവം സംസാരിക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ മുമ്പാകെ നീതിയോടെ നിൽക്കുന്നവരോട് ദൈവം സംസാരിക്കും. 1 ശമൂവേൽ പുസ്തകം 15-ാം അധ്യായം 17-ാമത്തെ വാക്യം, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേലിന്റെ തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? പ്രൈസ് ഗോഡ്. എനിക്ക് യഹോവയുടെ വാക്ക് അനുസരിക്കാതെ ജാതികളുടെ മൃഗങ്ങളെ നീ എന്തിനെടുത്തു? 17-ാമത്തെ വാക്യം ശൗലിനോട് ദൈവം ഇടപെടുകയാണ്. ശൗലേ, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേലിന്റെ തലവനാക്കി രാജാവാക്കി എടുത്തില്ലേ? നിനക്ക് ജാതിയുടെ മൃഗം എന്തിനാടോ? പ്രൈസ് ഗോഡ്. നാടൻ ഭാഷയിൽ പറഞ്ഞ ദൈവം തെരഞ്ഞെടുത്ത് ശരിയാ. ദൈവിക തെരഞ്ഞെടുപ്പ് തെറ്റിട്ടില്ല. ദൈവിക അഭിഷേകവും നമ്മുടെ മേൽ പരിശുദ്ധാത്മാവാം ദൈവം കൈമാറി. ആത്മീയ ശുശ്രൂഷയുടെ കാഴ്ചപ്പാടും വലിയ ദൈവിക ലീഡർഷിപ്പും പരിശുദ്ധാത്മാവ് തന്നു. അനേക പേരെ ദൈവിക ശുശ്രൂഷയോടെ നയിക്കാൻ, അനേക പേരെ ദൈവിക സ്നാനം കഴിപ്പാൻ, അനേക പേരെ ദൈവിക അഭിഷേകത്തിന്റെ കൈവപ്പിലൂടെ ശുശ്രൂഷയിൽ പുറത്തെടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തു. റൈറ്റാണ്. ആ കർത്താവിന്റെ അഭിഷേകത്തിനോട് ദൈവം ചോദിക്കുകയാണ്, ഇത്രയും തെരഞ്ഞെടുപ്പ് നിനക്കുണ്ടായിട്ടും, ഇത്രയും രാജകീയ വാഴ്ച ഉണ്ടായിട്ടും, ദൈവിക കാഴ്ചപ്പാടിന്റെ അകത്ത് ദൈവനിയോഗത്തിൽ നീ എത്തിയിട്ടും നിനക്ക് പിന്നെ ജാതിയന്റെ മൃഗം എന്തിനാണ്? ജാതിയന്റെ വസ്തുക്കൾ എന്തിനാണ്? ജാതിയുടെ ആരാധനക്രമം എന്തിനാണ്? പ്രൈസ് ഗോഡ്. ജാതി എപ്പോൾ അവന്റെ ജാതീയമായ വസ്തുക്കൾ അവന്റെ കൈവശം വന്നോ അന്ന് രാത്രി മുതൽ അവന്റെ ഉറക്കം പോയതാണ്. എന്നിട്ട് അവൻ പഠിച്ചില്ല. പിന്നെ അവൻ വന്ന് ദൈവ ശുശ്രൂഷനുള്ള ശമൂവേലിനോട് നുണ പറഞ്ഞു. ദൈവത്തിന്റെ കാഴ്ചപ്പാട് ഞാൻ എല്ലാവരെയും നിഗ്രഹിച്ചു. എന്നിട്ടും മൃഗങ്ങൾ, കാളകൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ മനുഷ്യന്റെ കൈവശമുണ്ട്. കർത്താവ് ചോദിക്കുകയാണ്, നീ ചെറിയവനാണെന്ന് ഞാൻ തിരഞ്ഞെടുത്തു, ഇസ്രായേലിനെ രാജാവാക്കി നിന്നെ വാഴിച്ചു. പ്രൈസ് ഗോഡ്. നീ ചെറിയവനാണ്, നിനക്ക് കഴിവില്ലായിരുന്നു, നിനക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നു, നിനക്ക് ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നു, പക്ഷെ തിരഞ്ഞെടുത്തത് ഞാനാണ്. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, ജാതികളുടെ മൃഗങ്ങളെ എന്തിന് നീ എടുത്തു? ജാതീയമായ ആരാധനകളെ നീ എന്തിന് നീ ഏറ്റെടുത്തു? ജാതീയമായ വേഷങ്ങളെ നീ എന്തിന് ഏറ്റെടുത്തു? ജാതീയമായ രീതികൾ നീ എന്തിന് ഏറ്റെടുത്തു? നിന്നെ നടത്തിക്കൊണ്ടുവന്നത് ദൈവത്തിന്റെ സ്വന്തം ജനത്തെയാണ്. നിന്നെ തിരഞ്ഞെടുത്തത് ഞാനാണ്. പിന്നെ എന്തിനാണ് നീ ജാതിയന്റെ മൃഗങ്ങളെ, ജാതിയന്റെ വസ്തുക്കളെ നിന്റെ കൈവശപ്പെടുത്തിയത്? ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അങ്ങനെയുള്ള സിസ്റ്റങ്ങളെ, അങ്ങനെയുള്ള ചില വസ്തുക്കളെ, അങ്ങനെയുള്ള ചില ആരാധനക്രമങ്ങളെ നിന്റേതാക്കി നീ മാറ്റി അതിലേക്ക് ജനത്തെ നയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇന്ന് രാത്രി നീ കളയണം. ഇന്ന് രാത്രി നീ അതിനെ പുറത്ത് കളയണം. പ്രൈസ് ഗോഡ്. 50 വർഷമായി 100 വർഷമായി ഇങ്ങനെയാണ് ആരാധിച്ചു പോകുന്നതെന്ന് പറഞ്ഞത് ദൈവത്തിന് പ്രിയമല്ല, ദൈവത്തിന് അത് ഇഷ്ടമല്ല. പ്രൈസ് ഗോഡ്. ദൈവം ചോദിക്കുന്നത് ഇപ്പോൾ പിടിച്ച മീൻ എന്തിയാന്നാ ചോദിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ നീ എങ്ങനെയായിരിക്കുന്നു? ഇപ്പോൾ നീ അഭിഷേകത്തിൽ എങ്ങനെയാണ്? നീ സത്യം കൂടെ അറിഞ്ഞിട്ടും പിന്നെയും നീ ജാതീയമായ രീതിയിലാണോ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് രാത്രി നീ അതിനെ ബ്രേക്ക് ചെയ്യണം. ഇന്ന് രാത്രി അതിനെ പുറത്ത് കളയണം. പുറത്ത് കളഞ്ഞെങ്കിൽ വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, നിന്റെ ഉറക്കം പോവും, നിന്റെ കുടുംബത്തിൽ ഉറക്കം പോവും, നിന്റെ തലമുറകൾ ഉറക്കം പോവും. സ്തോത്രം. നിന്റെ ശുശ്രൂഷയുടെ ഉറക്കം പോവും. പ്രൈസ് ഗോഡ്. അതിൽ നിന്നൊക്കെ വിടുതലായിട്ട് നീ പുറത്തു വരണമെങ്കിൽ ജാതിയുടെ വസ്തുക്കൾ ഉണ്ടാകാൻ പാടില്ല. ശൗലേ, സ്തോത്രം. നിന്നെ തെരഞ്ഞെടുത്തത് ഞാനാണ്, നിന്നെ രാജാവാക്കി വാഴിച്ചത് ഞാനാണ്, ഇസ്രായേലിന്റെ തലവനാക്കി മാറ്റിയത് ഞാനാണ്.
പിന്നെ എന്തിനാണ് നീ ജാതിയന്റെ മൃഗങ്ങളെ നീ എന്തിനെടുത്തു? ഓ സ്തോത്രം. ഈ ചോദ്യത്തിന്റെ മുമ്പിൽ അഭിഷേകമുള്ള ശൗൽ, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ 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 ഉരുകിപ്പോയി കാണും. പ്രൈസ് ഗോഡ്. അഭിഷേകമുള്ള വ്യക്തിക്ക് ജാതിയന്റെ ഒന്നും കൈവശപ്പെടുത്താൻ പാടില്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ശൗൽ നുണ പറഞ്ഞു. അപ്പോൾ ശൗൽ നുണ പറയുകയാണ്. ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 21-ാമത്തെ വചനം. അവൻ ആദ്യം ശമൂവേലിനോട് നുണ പറഞ്ഞു. ഞാൻ എല്ലാവരെയും നിഗ്രഹിച്ചു, ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. വീണ്ടും അവൻ നുണ പറയുകയാണ്. എന്നാൽ ജനം ശാപാർപ്പിതമായ വസ്തുക്കളിൽ വിശേഷമായ മൃഗങ്ങളെ കൊള്ളയിൽ നിന്ന് എടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോഴവൻ നുണയാ പറയുന്നത്. ഗിൽഗാലിൽ നിന്റെ ദൈവമായ ജനം ശാപാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ മൃഗങ്ങളെ കൊള്ളയിൽ നിന്ന് എടുത്തിട്ട്, എന്ന് പറയാ ജാതീയമായവന്റെ കയ്യിൽ പോക്കറ്റിൽ കൈയിട്ട് വാരിയിട്ട് ദൈവത്തിന് യാഗം കൊടുക്കുമെന്ന്. പ്രൈസ് ഗോഡ്. ആ ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിന് അതിഷ്ടമല്ല. നമ്മൾ പറയാണ്. അതിന് ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കാത്തതുപോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് ഹല്ലേലൂയ പ്രസാദിക്കുമോ? പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ മുമ്പാകെ അനുസരണക്കേട് കാണിച്ചു. അമാലേക്കിനെയും ആഗാഗിനെയും അവരുടെ വസ്തുക്കളെയും കൊന്നുകളയുവാൻ പറഞ്ഞു വിട്ട ശൗൽ കൊന്നുകളയാതെ അവരുടെ മൃഗങ്ങളെ യാഗം കഴിപ്പിക്കണമെന്ന് ദൈവസന്നിധിയിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ശമൂവേൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. ഓ സ്തോത്രം, 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 സ്തോത്രം. നുണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അഭിഷേകമുള്ളവൻ ദൈവശബ്ദം കേൾക്കും. പറയുകയാണ്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? പ്രൈസ് ഗോഡ്. ദൈവത്തിന് പ്രസാദമുള്ള യാഗം, ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം അനുസരണം. പ്രൈസ് ഗോഡ്. അനുസരണം എന്ന യാഗത്തെക്കാൾ മറ്റൊന്നുമില്ല. കൊല്ലാൻ പറഞ്ഞാൽ ദൈവമാണ് പറഞ്ഞു വിട്ടതെങ്കിൽ കൊല്ലണമായിരുന്നു. പറയാൻ ദൈവമാണോ പറഞ്ഞു വിട്ടത്, അത് അതുംപടി പറയണമായിരുന്നു. പ്രൈസ് ഗോഡ്. ചെയ്യാൻ ദൈവമാണോ പറഞ്ഞു വിട്ടത്, അതങ്ങ് ചെയ്തിട്ട് പോണമായിരുന്നു, വരണമായിരുന്നു. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കഴുതയും കഴുതക്കുട്ടിയും കാണാൻ കെട്ടപ്പെട്ട അവസ്ഥയിരിക്കുന്നേ, അതിനെ നിങ്ങൾ അഴിച്ചുകൊണ്ട് വരണം. ആരെങ്കിലും ചോദിച്ചാൽ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് മാത്രമേ പറയാവുള്ളൂ. പ്രൈസ് ഗോഡ്. ശിഷ്യന്മാർ അതുപോലെ ചെയ്തു. പ്രൈസ് ഗോഡ്. ഇതുപോലെ ശൗലിന് ചെയ്യാമായിരുന്നു. പക്ഷേ ജാതിയന്റെ വസ്തുക്കളെ കണ്ടപ്പോൾ അവന്റെ കണ്ണിന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല, അവന്റെ ഹൃദയത്തിന് അടക്കാൻ കഴിഞ്ഞില്ല. ജാതിയന്റെ വസ്തുക്കളെ കൊണ്ട് അവൻ എപ്പോൾ അവന്റെ സന്നിധിയിൽ വന്നോ അന്ന് രാത്രി മുതൽ അവന്റെ ഉറക്കം പോയി. പിന്നെ മൊത്തം പ്രതികൂലമാണ്, പോരാട്ടമാണ്, പ്രശ്നമാണ്, ദുഷ്സ്വപ്നങ്ങളാണ്, കൈവശമാണ്, പിശാചാണ്, ഇളകയാണ്. നോ. ജാതിയന്റെ ഒരു വസ്തുക്കളും നിന്റെ കൈവശം ഉണ്ടാകാൻ പാടില്ല. അതിനെ മൊത്തം ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്തിട്ട് ആത്മാവി ശുശ്രൂഷകൾക്ക് വേണ്ടി കയറിക്കണം. പ്രൈസ് ഗോഡ്. ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഓ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനം. ഏത് കൺവെൻഷൻ സ്റ്റേജിലും പരസ്യയോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന ഏറ്റവും മഹത്വമേറിയ പദമാണ്. ഇതാ, അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പ്രൈസ് ഗോഡ്. അപ്പൊ യാഗത്തെക്കാളും അനുസരണമാണ് നല്ലത്. പ്രൈസ് ഗോഡ്. പ്രസംഗത്തെക്കാളും അനുസരണമാണ് നല്ലത്. പ്രൈസ് ഗോഡ്. അഭിഷേകത്തെക്കാളും അനുസരണമാണ് നല്ലത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സൗൽ യഹോവയോട് മത്സരിച്ചു. പ്രവാചകനായ ശമൂവേൽ, ദൈവിക അഭിഷക്തനായ ശമൂവേൽ
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശമൂവേൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ശൗലിന്റെ അരികത്തിരുന്ന് ഇങ്ങനെ ദൈവിക ശബ്ദത്തോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ശൗൽ യഹോവയോട് മത്സരിക്കുകയാണ്, ദൈവദാസനോട് മത്സരിക്കുകയാണ്. യഹോവയുടെ വചനത്തെ സ്തോത്രം നിരസിച്ചുകൊണ്ട് നിന്നെ രാജസ്ഥാനത്ത് നിന്ന് നീക്കുന്നു. ഇതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. ദൈവത്തിന്റെ മുമ്പിൽ നീ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ മുമ്പിൽ നീ നുണ പറഞ്ഞതുകൊണ്ട്, ജാതിയന്റെ വസ്തുക്കൾ നിന്റേതാക്കി വെച്ചതുകൊണ്ട് ശൗലേ, പ്രൈസ് ഗോഡ്, അഭിഷേകമുള്ള ദൈവദാസനെ, ഭയങ്കര യാത്രകളുള്ള ദൈവദാസനെ, വള്ളിയും പുള്ളിയും തെറ്റാതെ പ്രവചിക്കുന്ന പ്രവാചകനെ, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിന്റെ വചനത്തെ നീ തെറ്റിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ ശബ്ദത്തെ നീ നിരസിച്ചതുകൊണ്ട് ദൈവം പറയും നിന്നെ ശുശ്രൂഷയിൽ നിന്ന് നീ പുറത്താക്കപ്പെടുക. ഹല്ലേലൂയ. അടുത്ത ശുശ്രൂഷ വരുന്നത് നിനക്കറിയാവുന്ന നിന്റെ കൂട്ടുകാരന്റെ ശിരസിലാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്ത നിയോഗം വീഴുന്നത് നിനക്ക് നന്നായി അറിയുന്ന ഒരു കൂട്ടുകാരന്റെ ശിരസിലേക്ക് ശമൂവേൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകത്തിൽ പുറത്തെടുക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ ദൈവത്തിന് മുമ്പിൽ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്, നീ ദൈവത്തിന് മുമ്പിൽ നേരായി നിൽക്കാത്തത് കൊണ്ട്, പ്രൈസ് ഗോഡ്, ഒരു യാത്രയില്ല, ഒരു ശുശ്രൂഷയില്ല, ആമേൻ, ഒരു പ്രവചനമില്ല. നോ നോ നോ, അതല്ല. നീ നിൽക്കുന്നത് ദൈവനിയോഗത്തിലാണെങ്കിൽ, ദൈവിക ശബ്ദത്തിലാണെങ്കിൽ, ദൈവിക കാഴ്ചപ്പാടിലാണെങ്കിൽ, ദൈവിക വിശുദ്ധിയിലാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അഭിഷേകം, ദൈവിക നിയോഗം നിന്നെ മാറാതെ നിൽക്കും. എന്നാൽ നീ ദൈവിക ശുശ്രൂഷയെ തെറ്റിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ മുമ്പാകെ നീ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്, ജാതിയന്റെ ചില ചിന്തകളും ചില വസ്തുക്കളും നിന്റെ കൈവശം വന്നതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ശൗലേ, നിന്നെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ വെട്ടാൻ പോവുകയാണ്, പുറത്താക്കാൻ പോവുക. പ്രൈസ് ഗോഡ്. രാത്രി ദൈവിക ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഏതെങ്കിലും ജാതീയമായ രീതികൾ, ജാതീയമായ ചിന്തകൾ, ജാതീയമായ വേഷങ്ങൾ, ജാതീയമായ ബന്ധങ്ങൾ, എന്തെങ്കിലും നിന്റെ ഉറക്കത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും നിന്റെ കൈവശമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അതിന് നീ പുറത്താക്കിയിട്ട് യേശുവേ എനിക്ക് പറ്റിപ്പോയി. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അവൻ പന്നിയുടെ കാള വരെ എടുത്തവൻ തിന്നുന്നതിന് മുമ്പ് അവൻ ഓർക്കുകയാണ്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി. പ്രൈസ് ഗോഡ്. അവൻ ചെന്ന് പറയാൻ അവൻ തുനിയുകയാണ്, അവൻ ചെന്ന് പറയാൻ അവൻ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പനെ നോക്കി, അപ്പന്റെ വീട് നോക്കി, അപ്പന്റെ സാന്നിധ്യം നോക്കി, അപ്പന്റെ ശുശ്രൂഷ നോക്കി, അപ്പന്റെ വേലക്കാരെ നോക്കി, അപ്പന്റെ നിറവ് നോക്കി, അപ്പന്റെ ആടുമാടുകളെ നോക്കി അവൻ ചെറുമകൻ ഓടുകയാണ്, ഇളയമകൻ ഓടുകയാണ്, നടന്നു നീങ്ങുകയാണ്. അവന്റെ വേഷത്തിൽ അവൻ വേഷത്തിൽ അവന്റെ കോലം കെട്ടുപോയി. അവന് മനസ്സിലാകാത്ത വിധത്തിൽ അവന്റെ വേഷമായി. ഹല്ലേലൂയ. എന്നാൽ അവന് കുറ്റബോധത്തിൽ, അവന് മാനസാന്തരത്തിൽ അവന്റെ ഹൃദയം ഉലയാൻ തുടങ്ങി. ഞാൻ പാപം ചെയ്തത് സ്വർഗത്തോടാണ്. പ്രൈസ് ഗോഡ്. മനുഷ്യനെ തെറ്റിക്കാം, ശുശ്രൂഷകന്മാരെ തെറ്റിക്കാം, വിശ്വാസികളെ തെറ്റിക്കാം, നിയമ നടപടികളെ തെറ്റിക്കാം. എന്നാൽ ദൈവത്തെ നിനക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കണ്ണ് നിനക്ക് മറയ്ക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കാഴ്ചപ്പാടിനെ നിനക്ക് കണ്ണ് മൂടി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നീ പാതാളത്തിൽ പോയി ഒളിച്ചാലും, സമുദ്രത്തിന്റെ അടുത്തട്ടിൽ പോയി ഒളിച്ചാലും, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ അറ്റത്ത് പോയി നീ ഒളിച്ചാലും, നിന്നെ കാണുന്ന കണ്ണുണ്ട്. നിന്റെ കൈവശം എന്തെങ്കിലും ജാതീയമായ രീതിയിലുള്ള ശുശ്രൂഷകളോ വസ്തുക്കളോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അതിനെ നീ പുറത്താക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ പുറത്താക്കണം. നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ ലൈഫ് കൊണ്ട് നീ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരത്തിന്റെ, മനസ്താപത്തിന്റെ, കണ്ണുനീരിന്റെ ഒരു അനുഭവമാക്കി പരിശുദ്ധാത്മാവ് നീക്കി നിനക്ക് ഭയങ്കര ഒരു ആത്മീയ ശുശ്രൂഷയുടെ നിറവ് നിനക്ക് പരിശുദ്ധാത്മ തരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ശൗലേ, നിന്നെ മാറ്റാൻ പോവുകയാണ്. നീ ദൈവത്തെ പറ്റിച്ചു, ദൈവജനത്തെ പറ്റിച്ചു, ശമൂവേലായ ദൈവദാസനെ പറ്റിച്ചു. നീ എൻ്റെ മുമ്പിൽ കളവ് പറഞ്ഞു, എൻ്റെ മുമ്പിൽ നീ നീതി നടപടി നടത്തിയില്ല, അതുകൊണ്ട് നിന്നെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിയ ദൈവം. പിന്നെ രാജസ്ഥാനത്ത് നീക്കിയ പിന്നെ ഉഡായിപ്പിന്റെ ശുശ്രൂഷയാണ്, കൈവശമുള്ള ശുശ്രൂഷയാണ്, സ്വന്തം വിവേകത്തിലുള്ള ശുശ്രൂഷയാണ്, സ്വന്തം കാഴ്ചപ്പാടുള്ള ശുശ്രൂഷയാണ്. പ്രൈസ് ഗോഡ്. ഈ കാലഘട്ടത്തിൽ ആരെയും കണ്ട് പിടിക്കാൻ പറ്റത്തില്ല, ആരെയും കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല.
അഭിഷേകമുള്ളവർ, നിയോഗമുള്ളവർ, ദൈവിക കാഴ്ചപ്പാടുള്ളവർ അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആമേൻ. അവരെ രാജസ്ഥാനിൽ നിന്ന് നീക്കിയോ അഭിഷേകത്തിൽ നിന്ന് മാറ്റിയോ ശുശ്രൂഷയിൽ നിന്ന് മാറ്റിയോ തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാൽ അഭിഷേകമുള്ള നീ ദൈവിക ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ദൈവനിയോഗത്തോട് നീ ദൈവിക ശബ്ദങ്ങളെ നീ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ യാത്ര ചെയ്യാം, നീ ഒരുപാട് വേദികൾ കയറി ഇറങ്ങാം. പക്ഷേ നിന്റെ നിൽപ്പ്, നിന്റെ വേദിയിൽ നിന്റെ ശുശ്രൂഷയുടെ നടത്തിപ്പ് എങ്ങനെയുള്ളെന്ന് പരിശുദ്ധാത്മാവിൽ ഒന്ന് ഗേഡി എന്ന് നല്ലതായിരിക്കും. പ്രൈസ് ഗോഡ്. ശൗലിനോട് പറയുകയാണ്, ശൗലേ, നീ ദൈവത്തിന് മുമ്പാകെ മത്സരിച്ചതുകൊണ്ട് നിന്നെ ദൈവിക കാഴ്ചപ്പാടിൽ നിന്നും ദൈവിക തലവനായി വാഴിച്ച നിന്നെ മാറ്റുകയാണ്. 15:23 പറയുന്നു, മത്സരം ആഭിചാരം പോലെയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ മുമ്പിൽ മത്സരിച്ചു, ദൈവദാസന്റെ മുമ്പിൽ മത്സരിച്ചു. വിശുദ്ധ തിരുവെടുത്ത് ശമൂവേലിനോട് പറയാണ്, ശൗലിനെ നോക്കി പറയുകയാണ്, അവൻ മത്സരിച്ചത് എന്നോടാണ് എന്ന് പറഞ്ഞാൽ അവൻ ആഭിചാരം ചെയ്തു. പ്രൈസ് ഗോഡ്. അവൻ മത്സരിച്ചു, മത്സരബുദ്ധി കാണിച്ചു, മത്സരത്തിന്റെ മനോഭാവം അവന് കയറി. 15:23 പറയുന്നു, മത്സരം ആഭിചാരം പോലെയാണ്. മാറ്റണം. ചില മത്സരത്തിന്റെ ശുശ്രൂഷകൾ, മത്സരത്തിന്റെ യാത്രകൾ, അവർ ശുശ്രൂഷിക്കുന്നു, എനിക്കില്ല എന്നുള്ള മത്സരത്തിന്റെ വേദികൾ യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു കളയണം. മത്സരം ആഭിചാരം പോലെയാണ്. പ്രൈസ് ഗോഡ്. പ്രസംഗം ഇപ്പൊ മത്സരമായിക്കൊണ്ടിരിക്കുക, ശുശ്രൂഷകൾ ഇപ്പൊ മത്സരമായിക്കൊണ്ടിരിക്കുക, യാത്രകളോ അതിലേറെ മത്സരമായിക്കൊണ്ടിരിക്കുക. ദൈവനിയോഗമുള്ള ശുശ്രൂഷയാണോ, ദൈവനിയോഗമുള്ള യാത്രകളാണോ, എപ്പോഴും ആ വ്യക്തി ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, ദൈവിക ശബ്ദം കേൾക്കും. വീടിൻ്റെ അകത്ത് ആ ദൈവിക അന്തരീക്ഷം കാണും, കുടുംബത്തിന് ആ ദൈവിക അന്തരീക്ഷം കാണും. ആമേൻ. ഒരു വേദിയെ കിട്ടിയിട്ടുള്ളോ, ആ കിട്ടുന്ന വേദിക്കകത്ത് ദൈവിക മഹത്വം നിറഞ്ഞു നിൽക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശമൂവേലിനോട് പറയാണ്, അവനോട് മത്സരിച്ചതുകൊണ്ട് മത്സരം ആഭിചാരം പോലെയാണ്. എന്നിട്ട് കർത്താവിനോട് പറയാണ്, നിന്നെ രാജസ്ഥാനത്ത് ഞാൻ നീക്കാൻ പോവുകയാണ്. ശൗലേ, ഇതുവരെ കളിച്ചത് മതി, ഇതുവരെ നീ നടത്തിക്കൊണ്ട് വന്നത് മതി, ഇതുവരെ നീ ശുശ്രൂഷിച്ചത് മതി, ഇതുവരെ നീ കള്ളത്തരവും നുണയും മത്സരവും നടത്തിയത് മതി. നിന്നെ ഇന്ന് ഞാൻ പുറകോട്ട് നീക്കാൻ പോവുകയാണ്, പുറകോട്ട് മാറ്റാൻ പോവുകയാണ്, നിന്റെ രാജസ്ഥാനത്ത് നിന്ന് നീക്കാൻ പോവുകയാണ്. എന്നിട്ട് പറയാണ്, നിന്നേക്കാൾ ഉത്തമനായൊരു നിന്റെ കൂട്ടുകാരന് കൊടുക്കും. പ്രൈസ് ഗോഡ്. 23 ഭാഗത്തായിരിക്കും വായിക്കുമ്പോൾ ശൗലോട് പറയാണ്, ഇതുവരെ നീ ഉത്തമനായിരുന്നു, ഇതുവരെ നീ അഭിഷേകത്തിലായിരുന്നു, പക്ഷെ നീ അമാലേക്കിനോട് യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് നിന്റെ അഭിഷേകത്തെ നീ തെറ്റിച്ചു, നിന്റെ മനോഭാവത്തെ നീ തെറ്റിച്ചു, നിന്റെ ഹൃദയത്തെ നീ തെറ്റിച്ചു. പ്രൈസ് ഗോഡ്. നിന്റെ ശുശ്രൂഷയെ നീ തെറ്റിച്ചു. അതുകൊണ്ട് നിന്നേക്കാൾ ഉത്തമനായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ മേൽ ശുശ്രൂഷ ഞാൻ കൈമാറാൻ പോവുകയാണ്. ഇന്ന് രാത്രി ജാതീയമായ സിസ്റ്റങ്ങളെ കൂട്ടുപിടിച്ച്, ജാതീയമായ വസ്തുക്കളെ കൈവശം പിടിച്ച്, ഹല്ലേലൂയ, വേണ്ടാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ട് ശുശ്രൂഷിക്കുന്ന ഹല്ലേലൂയ ശുശ്രൂഷകന്മാരോട്, ആമേൻ, ഹല്ലേലൂയ, നടത്തിക്കൊണ്ടു പോകുന്ന ആമേൻ ദൈവമക്കളോട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവാൻ ദൈവം ഈ വചനത്തിൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിന്നേക്കാൾ ഉത്തമനായ ഒരു വ്യക്തിക്ക് ദൈവ ശുശ്രൂഷയുടെ കൈമാറ്റം ഈ തലമുറയിൽ ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് മുമ്പിൽ ഉത്തമനാണോ, ദൈവം മുമ്പിൽ അനുസരണമുള്ളവനാണോ, ദൈവത്തിന്റെ മുമ്പിൽ സത്യസന്ധതയുള്ളവനാണോ, ദൈവത്തിന് മുമ്പിൽ അഭിഷേകമുള്ള വ്യക്തിയാണോ, അതേ അഭിഷേകത്തോടു കൂടി തന്നെ ദൈവം തന്നെ ഉപയോഗിക്കും. എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ നീതിയല്ലാത്ത നടത്തിപ്പും നീതിയല്ലാത്ത പ്രവൃത്തിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പറയുകയാണ്, ഉത്തമനായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്, അവന്റെ മേൽ ഞാൻ ശുശ്രൂഷയെ കൈമാറും. പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 45:7 അവസാന ഭാഗം, കൂട്ടുകാരിൽ പരമായി നിന്റെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. പ്രൈസ് ഗോഡ്. കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീതിയോടെ അഭിഷേകത്തോടെ നിൽക്കുന്ന ദൈവദാസന്മാരെ നോക്കി പരിശുദ്ധാത്മാവിൽ ഒന്നും കൂടെ ഞാൻ പറയാണ്, നിന്നെ ആനന്ദ തൈലം കൊണ്ട് നിന്നെ ഒന്നും കൂടെ ഒന്ന് നിറയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ അഭിഷേകം.
ആത്മീയ സന്തോഷത്തിന്റെ ഒരു നിറവ്. പ്രൈസ് ഗോഡ്. പൗലോസ് പറഞ്ഞു സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, വീണ്ടും ഞാൻ എടുത്തു പറയുന്നു സന്തോഷിപ്പിൻ. പ്രൈസ് ഗോഡ്. ആമേൻ. ആത്മീയ നിറവിന്റെ സന്തോഷത്തിന്റെ അഭിഷേക തൈലം കൊണ്ട് ഒന്നുകൂടി ദൈവനിയോഗത്തിലൊന്ന് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ചില കർത്താവിനെ അനുസരിക്കാത്തത് കൊണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മറ്റൊരാളുടെ മേൽ ദൈവം കൈമാറും. ഈ വ്യക്തി നിൽക്കും, അഭിഷേകത്തിലാണെന്ന് തോന്നും, ശുശ്രൂഷയിലാണെന്ന് തോന്നും, നേരിലാണെന്ന് തോന്നും. സ്തോത്രം. ഹല്ലേലൂയ. കാണുന്നതെല്ലാം അങ്ങനെ റൈറ്റ് ആണെന്ന് തോന്നും. പക്ഷേ അഭിഷേകമുള്ളവന്റെ ഒരു കുതിപ്പ് വേറെ ആയിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷ കാണും, നടത്തിപ്പ് കാണും, നിയോഗം കാണും, എല്ലാം ശരിയാണ്. പക്ഷേ അഭിഷേകമുള്ളവന്റെ കുതിപ്പ്, അഭിഷേകമുള്ളവന്റെ ശുശ്രൂഷ, അഭിഷേകമുള്ളവന്റെ ബന്ധങ്ങൾ, അഭിഷേകമുള്ളവന്റെ കാഴ്ചപ്പാട്, അഭിഷേകമുള്ളവന്റെ പ്രസംഗം, അഭിഷേകമുള്ളവന്റെ കൈവപ്പ്, അഭിഷേകമുള്ളവന്റെ യാത്ര വേറൊരു ലെവലായിരിക്കും. അതിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ശൗലിനോട് ഇത്രേ പറഞ്ഞുള്ളൂ, നിന്നെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ശമൂവേലേ, കൊമ്പിൻ തൈലം എടുത്ത് നീ പുറപ്പെടണം. പ്രൈസ് ഗോഡ്. അടുത്ത നിയോഗം വീഴുന്നത് ശമൂവേലിന്റെ പക്കലാണ്. ശൗലിനെ രാജസ്ഥാനത്ത് നിന്നും എടുത്തു മാറ്റിയിട്ട് അടുത്ത യാത്ര പോകുന്നത് ശമൂവേലേ നീയാ. ശമൂവേലിനോട് പറയാണ്, തൈലക്കൊമ്പെടുത്തുകൊണ്ട് നീ പോകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വീണു പോകുന്നവർ അനേകർ കാണും. പക്ഷേ അടുത്തവനെ അഭിഷേകം ചെയ്യാനുള്ള നിയോഗം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറും. അഭിഷേക കൊമ്പുമായിട്ട് ശമൂവേൽ യാത്ര തിരിക്കുകയാണ്. അഭിഷേക കൊമ്പുമായിട്ട് ശമൂവേൽ ഇശായിയുടെ കുടുംബത്തേക്കാണ് പോകുന്നത്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവിക കാഴ്ചപ്പാടോടുകൂടി രാജസ്ഥാനത്ത് നിന്നും ശൗലിനെ എടുത്തു കളഞ്ഞിട്ട് മറ്റൊരാളെ ദൈവിക അഭിഷേകത്തോടുകൂടി എഴുന്നേൽപ്പിക്കാൻ ഇശായിയുടെ ഭവനത്തെ നോക്കി പോവുകയാണ്. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം. അവൻ ഏലിയാസിനെ കണ്ടിട്ട് യഹോവയുടെ അഭിഷേകൻ ഇതാ എന്ന് പറഞ്ഞു. കർത്താവ് ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്നോട് ഇത് പറഞ്ഞത് ഏലിയാസിനെ കാത്തിരിക്കുന്നവനെ തേടി, അഭിഷേകത്തെ നിയോഗത്തോടുകൂടി സൂക്ഷിച്ചു കൊള്ളാമെന്ന് കാത്തിരിക്കുന്നവനെ തേടി അഭിഷേക തൈലം കൊണ്ട് ഇശായിയുടെ ഭവനത്തിലേക്ക് ശമൂവേൽ പോവുകയാണ്. വനാന്തരത്തിലിരുന്നു കൊണ്ട് ദാവീദ് ഇങ്ങനെ പാടിക്കാണും, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതേ ദാവീദേ, നീ ചാഞ്ഞു കടന്ന് ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ചത്, നീ കാത്തിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞത്, നീ കാത്തിരുന്ന് ദൈവത്തിന്റെ മുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്, ആമേൻ, ദൈവം കേട്ടു. ഒരുവൻ വരുന്നുണ്ട് അഭിഷേക തൈലത്തിന്റെ കൊമ്പുമായിട്ട്. പ്രൈസ് ഗോഡ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, യഹോവ അവങ്കിലേക്ക് ചാഞ്ഞ്. സ്തോത്രം, സ്തോത്രം. കാത്തിരിക്കുന്നവന്റെ അരികിലേക്ക്, ആമേൻ, നിയോഗത്തോടുകൂടി പ്രാർത്ഥിക്കത്ത് ജാതിയുടെ പേര് പറഞ്ഞ്, മറുഭാഗത്ത് ജാതിയന്റെ വസ്തുക്കളെ കൊണ്ട്, മറുഭാഗത്ത് ജാതിയന്റെ സിസ്റ്റങ്ങളുമായി ബന്ധപ്പെടുത്തി ശുശ്രൂഷകളെല്ലാം നടന്നുകൊണ്ടിരിക്കാം. പക്ഷേ കാത്തിരിക്കുന്നവനെ തേടി, നിയോഗത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവനെ തേടി, അഭിഷേകത്തോടുകൂടി കാത്തിരിക്കുന്നവനെ തേടി, ഒരുവൻ വരുന്നുണ്ട്, അവന്റെ കയ്യിൽ അഭിഷേക തൈലമുണ്ട്. ഹല്ലേലൂയ. അത് നിന്റെ മേൽ പകരപ്പെടും. അത് നിന്റെ മേൽ പകരപ്പെട്ടാൽ ആത്മാവിൽ നീ പുറത്തു വരും. നിന്റെ ബന്ധങ്ങൾ കാണുകെ, നിന്റെ കൂട്ടുകാര് കാണുകെ, നിന്റെ കുടുംബം കാണുകെ, നിന്റെ ദേശം കാണുകെ, നിന്റെ സഭ കാണുകെ. ആമേൻ. നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു അഭിഷേക തൈലമുണ്ട്. അത് നിന്നെ തീയാക്കി ദൈവം ഉപയോഗിക്കും. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാത്തിരുന്നു, കർത്താവ് എൻ്റെ നിലവിളി കേട്ടു,
ചാഞ്ഞ് എൻ്റെ ശബ്ദം കേട്ട് വരുന്നുണ്ട്. ആമേൻ. നിലവിളിച്ചവനെ തേടി അഭിഷേകം വരികയാണ്. നിലവിളിച്ചവനെ തേടി ശുശ്രൂഷ വരികയാണ്. നിലവിളിച്ചവനെ തേടി രാജകീയ വാഴ്ച വരികയാണ്. നിലവിളിച്ചവനെ തേടി ഒരു ആത്മനിയോഗത്തിന്റെ ശുശ്രൂഷ വരികയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരുപാട് കരഞ്ഞവനെ തേടി ഒരു ആത്മീയ ശുശ്രൂഷയുടെ നിറവ്. അപ്പൻ അലയാൻ വിട്ടു. വനാന്തരത്തിൽ ആടിന്റെ കൂടെ പോയി നീ അലയണം. കരടിയും സിംഹമെല്ലാം വന്നു, അതിനെയൊക്കെ ജയിച്ചു. ജയിക്കാൻ ദൈവം തൻ്റെ ഇടം കൊടുത്തു. ജയിക്കാൻ ദൈവം ബലം കൊടുത്തു. പ്രൈസ് ഗോഡ്. എന്നിട്ടും ആടിന്റെ എണ്ണത്തിൽ ഹല്ലേലൂയ ഒരു പോരായ്മയും വരുത്താൻ കർത്താവ് അനുവദിച്ചില്ല. പ്രൈസ് ഗോഡ്. ആ ദൈവശബ്ദമുള്ളവനെ, ആ ദൈവനിയോഗമുള്ളവന്റെ അരികിലേക്കാണ് ഒരുവൻ കുമ്പിന്റെ അകത്ത് തൈലവും പകർന്നു വരുന്നത്. പ്രൈസ് ഗോഡ്. അധികാരത്തിന്റെ രാജകീയ അഭിഷേകം അവനെ തേടി വരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അധികാരത്തിന്റെ ആത്മനിയോഗത്തിന്റെ ശുശ്രൂഷ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറും. ഇശായി ശൗലിനെ പറ്റിക്കുകയാണ്. 16:6 നമ്മൾ വായിച്ചു കേട്ടത്. അവൻ ഏലിയാസിനെ കണ്ടിട്ട്, ഹല്ലേലൂയ, നല്ല പൊക്കവും വണ്ണവും തൻ്റെ ഇടമൊക്കെ ഉണ്ട്. കണ്ടാൽ ഒരു അഭിഷക്തനാണെന്ന് തോന്നും, കണ്ടാൽ ഒരു പ്രവാചകനാണെന്ന് തോന്നും, കണ്ടാൽ ഒരു രാജാവാണെന്ന് തോന്നും. ഭർത്താവ് ശൗലിനോട് പറയാണ്, ഞാൻ അഭിഷേക തൈലം നിന്റെ പക്കൽ ഏൽപ്പിച്ച കൊമ്പുണ്ടല്ലോ, ആ അഭിഷേക തൈലത്തെ ഒരുവന്റെ ശിരസിലേക്ക് ഒഴിക്കാൻ തക്കവണ്ണമുള്ള സമയം വരുമ്പോൾ അതിൻ്റെ സൈൻ, അതിൻ്റെ ദൈവം കൊടുക്കുന്ന ഒരു സൈൻ ശമന് കൊടുക്കുകയാണ്. അവൻ്റെ പൊക്കമോ അവൻ്റെ സൗന്ദര്യമോ അവൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റൈല് നോക്കരുത്, നീ അവൻ്റെ മേൽ പകർന്നോണം. ഹല്ലേലൂയ. 16:7 മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. സ്തോത്രം. ഒന്നുകൂടെ വായിക്കാം. മനുഷ്യന്റെ പുസ്തകം 16-7 വാക്യത്തിന്റെ അവസാന ഭാഗം. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, ഹാലൻ, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ആമേൻ. ഏലിയാസിനെ ഈശായി വിളിച്ച് ശമൂവേലിന്റെ അടുക്കൽ വരുമ്പോൾ ഇദ്ദേഹത്തെ നല്ല തൻ്റെ ഇടമുണ്ട്, ഇദ്ദേഹത്തെ നല്ല പൊക്കമുണ്ട്, ഇദ്ദേഹത്തിന് നല്ല ഗ്ലാമറുണ്ട്, സൗന്ദര്യമുണ്ട്, നല്ല ഡ്രസ്സോട് കൂടിയൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ശമൂവേലിനെ അപ്പോൾ കർത്താവ് ഇടപെടുകയാണ്, ദൈവം ഇടപെടുകയാണ്. ശമൂവേലിനോട് പറയാണ്, അവൻ്റെ പൊക്കമോ അവൻ്റെ ജീവിത സ്റ്റൈലോ അവൻ്റെ മുഖമോ നീ നോക്കരുത്. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ളവന്റെ ശിരസിലേക്കാണ് ദൈവത്തിന്റെ അഭിഷേക തൈലം പകരുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവഹൃദയത്തിന് പ്രിയമുള്ളവന്റെ അടുക്കിലേക്ക്, ദൈവഹൃദയത്തിന് കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിയുടെ അടുക്കിലേക്ക്, സ്തോത്രം, അങ്ങനെയുള്ള വ്യക്തികളെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ തീയോടുകൂടി ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് പറയാണ്, മനുഷ്യൻ കണ്ണിന് നോക്കുന്നു. ശമൂവേലേ, നീ കണ്ണിന് നോക്കുന്ന തരത്തിലേക്ക് നോക്കി നീ അവന്റെ മേൽ കൈവപ്പ് ശുശ്രൂഷ നടത്തരുത്. അവന്റെ പോക്കറ്റിൽ പണമുണ്ട്, നല്ല വെളുത്തിരിക്കുന്നു, അവൻ വിദേശത്താണ് വന്നത്, അവരുടെ അടുക്കിലേക്ക് നീ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പോയി അവരെ നീ സീറ്റിയിരുത്തരുത്. അവൻ ശുശ്രൂഷിക്കുവാനുള്ളവൻ വനത്തിൽ കിടക്കുകയാണ്. അവൻ ആടിനു വേണ്ടി പോരാടി നിൽക്കുകയാണ്. കരടിയും സിംഹത്തെയും അവൻ പോരാടി ജയിച്ചിട്ട് നിൽക്കുകയാണ്. അവൻ വരും, അവനെ വിളിപ്പിക്കും. ഞാൻ വിളിപ്പിച്ചിട്ട് ഈശായുടെ മുമ്പിൽ, സഹോദരന്മാരുടെ മുമ്പിൽ അവന്റെ ശിരസിൽ ഞാൻ രാജകീയ വാഴ്ച നടത്തും. പ്രൈസ് ഗോഡ്. അതിനു മുമ്പേ നീ സൗന്ദര്യം നോക്കി, പൊക്കം നോക്കി, ഗ്ലാമർ നോക്കി, ഡ്രസ്സ് നോക്കി, നിന്റെ കൈവശമുള്ള അഭിഷേക തൈലം ആരുടെ ശിരസിൽ നീ ഒഴിക്കരുത്. ഇതാ കർത്താവിന്റെ സൈൻ. ഈശായി 7 പുത്രന്മാരെ മുഴുവനും വിളിച്ചു, ശമൂവേലിന്റെ അടുക്കൽ വരുത്തി. പ്രൈസ് ഗോഡ്. 16:10-11 തിരുവചനങ്ങൾ. ശമൂവേൽ ഈശായിയോട്, നിന്റെ പുത്രന്മാരെല്ലാം ഇവിടെ വന്നോ? ഇനി ഉള്ളതിൽ വെച്ച് ഇളയവനുണ്ട്, അവൻ ആടിനെ മേയ്ക്കാൻ പോയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. സഹോദരന്മാരെ എല്ലാം അഭിഷേകമുള്ളവന്റെ അരികിലേക്ക് വലിച്ചു നിർത്തിയിട്ട് കർത്താവ് സൈന്യം കൊടുത്തു. എന്നിട്ട് ഈശായെ നോക്കി ദൈവശബ്ദത്തോടു കൂടി ശമൂവേൽ ചോദിക്കുകയാണ്, നിന്റെ പുത്രന്മാരെല്ലാം ഇവിടെ വന്നോ? ഉണ്ടോ? ഇല്ലേ? പ്രൈസ് ഗോഡ്. കാരണം മനുഷ്യനായിരുന്നെങ്കിൽ
കണ്ണിന് കാണുന്നതായിരുന്നെങ്കിൽ വിദ്യാഭ്യാസമുള്ളവനെയും ഡ്രസ്സ് നോക്കി നിറം നോക്കി അഭിഷേകത്തിൽ വാഴിച്ചേനെ. പക്ഷെ ഇത് നിറം നോക്കി, സൗന്ദര്യം നോക്കി, ജാതി നോക്കി, വർഗം നോക്കി വാഴിക്കുന്ന ശുശ്രൂഷയല്ല. ഇത് ഹൃദയപ്രസാദമുള്ളവൻ വരണം, ദൈവത്തിന് ഇഷ്ടപുത്രം വരണം, ദൈവത്തിന് തെറ്റാതെ ദൈവിക വാഴ്ച നടത്തുന്ന അഭിഷേകമുള്ളവൻ വരണം. എന്നാൽ മാത്രമേ അഭിഷേക തൈലം അവന്റെ ശിരസിൽ പകരപ്പെടത്തുള്ളൂ. അവൻ ആടിനെ മേയ്ക്കാൻ പോവുകയാണ്. 16-ാം അധ്യായം 12-ാമത്തെ വചനം. ദാവീദിന്റെ സൗന്ദര്യം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പവിഴ നിറമുള്ളവനും സുനേന്ദ്രനും കോമളരൂപിയുമായിരുന്നു. ഹല്ലേലൂയ. ഇത്ര സൗന്ദര്യമുള്ളവനെ ആടിനെ മേയ്ക്കാൻ പറഞ്ഞു വിട്ടു. പക്ഷേ ഈ സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞ കുടുംബക്കാരുടെ മുമ്പിൽ, സൗന്ദര്യം ഇല്ല, ഇവന് പൊക്കമില്ല, ഇവന് ജീവിതാനുഭവം ഇല്ല, ജീവിതമില്ല എന്ന് പറഞ്ഞ കുടുംബക്കാരുടെ സഹോദരന് മുമ്പിൽ വെച്ച് ശമൂവേലേ, നിന്റെ കൈവശമുള്ള അഭിഷേക തൈലം ഇവന്റെ ശിരസിൽ വീഴും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിന്നെ സൗന്ദര്യമില്ല, നിനക്ക് വിദ്യാഭ്യാസമില്ല, നിനക്ക് നിറമില്ല എന്ന് ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, നിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വർദ്ധിക്കാൻ പോവുകയാണ്. ശുശ്രൂഷയുടെ ശക്തി വർദ്ധിക്കാൻ പോവുകയാണ്. നിയോഗത്തിന്റെ ശക്തി വർദ്ധിക്കാൻ പോവുകയാണ്. യാത്രയുടെ ശക്തി വർദ്ധിക്കാൻ പോവുകയാണ്. പ്രവചനത്തിന്റെ ശക്തി വർദ്ധിക്കാൻ പോവുകയാണ്. ആരാണോ നിന്ദിച്ചത്, ആരാണോ നിന്നെ മാറ്റി നിർത്തിയത്, അവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 16-ാം അധ്യായം 12-ാമത്തെ വചനം. ദാവീദിന്റെ സൗന്ദര്യം വർണ്ണിച്ചു. പവിഴ നിറമുള്ളവനും സുനേന്ദ്രനും കോമളരൂപിയായിരുന്നു. ആമേൻ. ദാവീദിനെ, ഹല്ലേലൂയ, ആമേൻ, കണ്ടപ്പോൾ കർത്താവ് പറയാണ്, ദാവീദിനെ കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു, യഹോവ എഴുന്നേറ്റ് നിന്നു. പ്രൈസ് ഗോഡ്. വനത്തിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ ഇശായി വീട്ടിൽ വിളിച്ചു വരുത്തിയപ്പോൾ കർത്താവ് പറയുന്നു, ദാവീദിനെ കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നെന്ന്. എന്ന് പറഞ്ഞാൽ അവൻ ഹൃദയപ്രസാദമുള്ള ദൈവിക ഇഷ്ടപുത്രനായ, ഇഷ്ടപുരോഹിതനായ വ്യക്തിയായതുകൊണ്ടാണ് ദൈവം അവനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നത്. കാരണം പിടിച്ചിരിക്കുന്ന ഒരു അഭിഷക്തനാണ്, ഒളിച്ചിരിക്കുന്ന ഒരു അഭിഷേക തൈലമാണ്. അവൻ ഇവരുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു കർത്താവ് ഉണ്ടായിരുന്നു. ദാവീദ് ആ വീട്ടിൽ വന്നപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ അവനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. പ്രൈസ് ഗോഡ്. ചില ദൈവദാസന്മാരെ കണ്ടിട്ട് ദൈവത്തിന് മാന്യത തോന്നിയെന്ന്. പ്രൈസ് ഗോഡ്. കർത്താവ് ശമൂവേലേ, ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. 16-ാം അധ്യായം 1 ശമൂവേൽ 16-ാം അധ്യായം 13-ാമത്തെ വചനം. ഉടനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ മുമ്പാകെ. പ്രൈസ് ഗോഡ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. തൈലക്കൊമ്പ് ശമൂവേൽ എടുത്തിട്ട് അവന്റെ സഹോദരന്മാരുടെ മുമ്പാകെ ദാവീദിനെ അഭിഷേകം ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ, നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ ഒന്നും കൂടി ഒരാവർത്തിയും കൂടി ശുശ്രൂഷയുടെ അളവ് വർദ്ധിക്കാൻ പോവുകയാണ്. കൂട്ടുകാരുടെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ, ശുശ്രൂഷകന്മാരുടെ മുമ്പിൽ, വിശ്വാസിയുടെ മുമ്പിൽ ഒന്നും കൂടെ ദൈവദാസനെ നിന്റെ മേൽ ഒരു അഭിഷേക തൈലം പകരുന്നു. ഹല്ലേലൂയ. അത് രാജകീയ അഭിഷേകമാണ്. പ്രൈസ് ഗോഡ്. രാത്രി നിന്റെ മേൽ കൈമാറുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഉടനെ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു. പ്രൈസ് ഗോഡ്. ഒരു അഭിഷേകത്തിന്റെ വാഴ്ച നിന്റെ മേലുണ്ടോ? ആത്മനിയോഗത്തിന്റെ വാഴ്ച നിന്റെ മേലുണ്ടോ? ദൈവനിയോഗത്തിന്റെ അഭിഷേകം നിന്റെ മേലുണ്ടോ? എന്നാൽ കേട്ടോ, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു കവറിങ് ഉണ്ടാകും, പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം ഉണ്ടാകും, പരിശുദ്ധാത്മാവിന്റെ ഒരു അളവറ്റ കൃപാവരത്തിന്റെ ജ്വലനം ഉണ്ടാകും. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവനിയോഗത്തോട് ശുശ്രൂഷിച്ചോ. ആമേൻ, ആമേൻ, ആമേൻ. ജാതീയമായ ഒരു ബന്ധങ്ങളിലും ജാതീയമായ വസ്തുക്കളിലും അകപ്പെട്ടു പോകാതെ ദൈവിക രാജകീയ വാഴ്ചയുടെ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഈ തലമുറയിൽ ആത്മീയ നിയോഗത്തോടെ ചെയ്യാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് അഭിഷേകത്തോട് നിങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവനിയോഗത്തോട് നീ ഉപയോഗിക്കാൻ പോവുകയാണ്.
ഈശായി നോക്കി നിൽക്കുമ്പോൾ, തലമുറകൾ നോക്കി നിൽക്കുമ്പോൾ, കൂട്ടുകാർ നോക്കി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവനിയോഗത്തിന്റെ ആത്മീയ ശുശ്രൂഷയുടെ അളവറ്റ വലിപ്പം പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ആമേൻ. നിന്നെ കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. നിന്നെ കൊണ്ട് ആത്മീയ ശുശ്രൂഷയുടെ ആമേൻ 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 ഒരു വിശാലത തന്നെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. നീ തകർന്നു പോകരുത്. തകർന്നു പോയതായിട്ട് തോന്നാം. നീ വീണ് പോകാതെ ആമേൻ ഞാൻ വീണ് പോയല്ലോ, ഞാൻ ആമേൻ ശുശ്രൂഷ ഇതുവരെ ആമേൻ ഊർജ്ജമായി വന്നില്ലല്ലോ എന്ന് തോന്നാം. ഇല്ല ആമേൻ, നിന്റെ മേൽ ഒന്നും കൂടി ഒരു ആത്മശക്തിയുടെ ആത്മാവിന്റെ നിറവ് നിന്റെ മേൽ പകരാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിന്റെ ശുശ്രൂഷ നിന്റെ മേൽ കൈമാറാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ഇതുവരെയുള്ള ഗൈഡൻസ് മാറി, ഇതുവരെയുള്ള കാഴ്ചപ്പാട് മാറി, ഇതുവരെയുള്ള ശുശ്രൂഷയുടെ ലെവല് മാറി, ഇതുവരെയുള്ള യാത്രയുടെ തിരിവ് മാറി, ഒരു ആത്മീയ ശുശ്രൂഷയുടെ ഒരു വേഗത പരിശുദ്ധാത്മാവ് നിനക്ക് കൈമാറാൻ പോവുകയാണ്. എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ? അപ്പാ പകരമെന്ന് പറയാമോ? ആരൊക്കെയുണ്ട് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ആത്മനിയോഗത്തോട് കൈമാറുന്നു. വലിയ ശുശ്രൂഷയുടെ അളവറ്റ വലിപ്പം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആർക്കാണ് പ്രാർത്ഥന വേണ്ടത്? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു ആത്മീയ ശുശ്രൂഷയുടെ ലെവൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുകയാണ്. ഒരു ആത്മീയ കാഴ്ചപ്പാട്, ഒരു ആത്മീയ ഗൈഡൻസ്, ആത്മീയ ലീഡർഷിപ്പിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരെ കയറ്റുകയാണ്. പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മീയ ശുശ്രൂഷയുടെ നിറവ് ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് സൂക്ഷിക്കണമേ. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് കൊടുക്കണമേ. ഈ തലമുറയിൽ ദൈവനിയോഗത്തോടു കൂടി ദൈവം കൈമാറണമേ. കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന അങ്ങയുടെ കർത്താവെ, അങ്ങയുടെ ദാസന്മാരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ ദൈവദാസൻ സജീമാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാം എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനു, ഹല്ലേലൂയ, മുടിത്താഴത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഞ്ജു കെനസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലിജി വിഘ്നേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെല്ലാം ഈ ലൈവ് കാണുന്നു അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ ആത്മീയ നിയോഗത്തിന്റെ ആത്മാഭിഷേകത്തിന്റെ അളവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വർദ്ധിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് നീ ചെയ്യുന്നല്ലോ, അതിനെ നന്ദി പറയുന്നു. ഒരുമിച്ച് നിറവോടുകൂടി ഈ തലമുറയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവിന് നീ അവസരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തോട് നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ആത്മശുശ്രൂഷയുടെ ഒരു ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിവേഗത്തിൽ പറഞ്ഞു വിടട്ടെ. അനേകരെ ക്രിസ്തുവിൽ എഴുന്നേൽപ്പിക്കുവാൻ, അനേകരെ ക്രിസ്തുവിൽ വാഴ്ചയോടുകൂടി എഴുന്നേൽപ്പിക്കാൻ നിങ്ങളുടെ കൈകളിലൂടെ ദൈവിക അഭിഷേകത്തിന് നിറവൊഴുകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് നിന്ന് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ നിയോഗത്തോടുകൂടി നിൽപ്പാൻ, ദൈവിക ഹൃദയത്തിന് ഉടമകളായി നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ശുശ്രൂഷയ്ക്കകത്ത് ഒരു ജാതീയമായ കലർപ്പും ചേർക്കാതെ ആത്മീയ ശുശ്രൂഷ ഏത് അളവിൽ നമുക്ക് കിട്ടിയോ അതേ അളവിൽ ആത്മനിയോഗത്തോടു കൂടി സത്യത്തിന് വേണ്ടി നിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുമിച്ച് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.